ബയോമോളിക്യൂൾസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ മൈക്രോ ബയോമോളിക്യൂൾസ്, അതിനകത്ത് വരുന്ന ആൾക്കാർ മോണോസാക്കറൈഡ്സ്, അമിനോ ആസിഡ്, ന്യൂക്ലിയോടൈഡ്സ്, ലിപ്പിഡ്. അതിൽ ലിപ്പിഡ് ഒഴികെയുള്ള 3 മൈക്രോ ബയോമോളിക്യൂൾസിനെയും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. മോണോസാക്കറൈഡ്സ്, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, അതിൻ്റെ എംപിരിക്കൽ ഫോർമുല CnH2nO എന്നായിരിക്കും. Based on the number of carbon atom, monosaccharides are different types: trioses, tetroses, pentoses, hexoses, heptoses. Okay, monosaccharides parasparam connect in the bond, glycosidic bond, the bond formed between aldehyde group of a monosaccharide with the alcoholic group of the adjacent monosaccharide by the elimination of one molecule of water. Then amino acids: carbon, hydrogen, oxygen, nitrogen, sometimes sulfur. Amino acids classification: acidic amino acid, basic amino acid, neutral, aromatic, essential, non-essential. Zitter ionic condition. Peptide bond, the bond formed between 2 amino acids called peptide bond. Nucleotides, last class നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗം ന്യൂക്ലിയോടൈഡ്സ് ആയിരുന്നു. ഒരു ന്യൂക്ലിയോടൈഡിനകത്ത് 3 കമ്പോണൻസ് ഉണ്ടാകും: പെൻഡോസ് ഷുഗർ, നൈട്രജൻ ബേസ്, and a phosphate group or phosphoric acid. The nitrogen bases are 2 types: purines and pyrimidines. Purines are adenine, guanine; pyrimidines cytosine, thymine, uracil. Okay, nucleotide form ചെയ്യുമ്പോൾ ഫസ്റ്റ് പെൻഡോസ് ഷുഗറും നൈട്രജൻ ബേസും കൂടി ചേർന്ന് ന്യൂക്ലിയോസൈഡ് ഫോം ചെയ്യും. ആ ന്യൂക്ലിയോസൈഡിൻ്റെ കൂടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ബൈൻഡ് ചെയ്യുമ്പോൾ, അതിന് 5th കാർബൺ മുകളിൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ബൈൻഡ് ചെയ്യുമ്പോൾ അത് ന്യൂക്ലിയോടൈഡ്സ് ആയി മാറും. ഇത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ലിപ്പിഡ് എന്താണെന്ന് നോക്കാം. ലിപ്പിഡ് സാധാരണ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ടേമാണ് ലിപ്പിഡ്. ലിപ്പിഡിന് 2 കണ്ടീഷനുണ്ട്. അത് റൂം ടെമ്പറേച്ചറിൽ സോളിഡ് ആണോ, ദറ്റ് ഈസ് കോൾഡ് ഫാറ്റ് എന്ന് പറയും. റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് ആണെങ്കിൽ നമ്മളതിന് ഓയിൽ എന്ന് പറയും. അപ്പം ഓയിൽ, ഫാറ്റ്, ഇതിനൊക്കെ കെമിക്കൽ ടേം ലിപ്പിഡ് എന്ന്, കൊഴുപ്പ് എന്ന് പറയും. ലിപ്പിഡ്സിനെ പറ്റി നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് ലിപ്പിഡ് പാർഷ്യലി മൈക്രോ ബയോമോളിക്യൂളാണ്, പാർഷ്യലി മാക്രോ ബയോമോളിക്യൂളാണ്. അങ്ങനെ പറയാനുള്ള കാരണം ലിപ്പിഡ് അത് മോളിക്കുലർ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ബിലോ 1000 Dalton, ദാറ്റ് ഈസ് അബൌട്ട് 800 Dalton. അതേസമയം ലിപ്പിഡ് ഇൻസോൾബിൾ ഇൻ വാട്ടർ. സാധാരണ കറക്റ്റ് മൈക്രോ ബയോമോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ വാട്ടർ സോലുബിൾ ആയിരിക്കണം, മോളിക്കുലർ വെയിറ്റ് ബിലോ 1000 Dalton ആയിരിക്കണം. അപ്പോൾ ലിപ്പിഡ് insoluble in water but molecular weight about 800, so it is considered as a microbiomolecule. ഭൂരിഭാഗം ലിപ്പിഡിനകത്തും 2 കമ്പോണൻസ് ഉണ്ടായിരിക്കും. ലിപ്പിഡിനകത്തുള്ള ഭൂരിഭാഗം ലിപ്പിഡിനകത്തും കാണപ്പെടുന്നത് ഗ്ലിസറോളും ഫാറ്റി ആസിഡും. മോസ്റ്റ് ഓഫ് ദ ലിപ്പിഡ്സ് കണ്ടെയ്ൻ ഗ്ലിസറോൾ ആൻഡ് ഫാറ്റി ആസിഡ്. ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ പ്ലസ് ഫാറ്റി ആസിഡ്. ഗ്ലിസറോൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് 3 കാർബൺ ഉണ്ടാവും. ഗ്ലിസറോൾ ഈസ് CH2OH, CH2OH, CHOH, CH2OH. That is, ഗ്ലിസറോൾ ഈസ് ട്രൈഹൈഡ്രോക്സി പ്രൊപ്പൈൻ എന്ന് പറയും. 3 കാർബൺ നമ്മൾ പ്രൊപ്പ് എന്ന് പറയും. മെത്ത്, എത്ത്, പ്രൊപ്പ്. അതിൽ 1, 2, 3 ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പ്. So it is called trihydroxypropane. Trihydroxypropane is glycerol. Then fatty acids. Fatty acids means fatty acids contain carboxyl group attached to an R group. A carboxyl group attached to an R group, that is fatty acid. The R group may be methyl group ആകാം, ethyl ആകാം. CH3 എന്ന് പറയുമ്പോൾ methyl group. R എന്ന് പറയുമ്പോൾ അതിനകത്ത് CH3 ആകാം, methyl group ആകാം, or C2H5, that is C3CH2, that is C2H5, ethyl group ആകാം, or higher number of CH2 groups ആകാം. CH2 groups 14, 16, 18 ഒക്കെ വരുന്ന ഹയർ ഫാറ്റി ആസിഡ്സ് ഉണ്ട്. ഇപ്പോൾ ഫാറ്റി ആസിഡ്സ് നമ്മൾ കോമൺലി പറയുകയാണെങ്കിൽ കാർബോക്സിൽ ഗ്രൂപ്പ്, ആസിഡ് ഗ്രൂപ്പ് ഉണ്ടാകും അറ്റാച്ച്ഡ് ടു എൻ ആർ ഗ്രൂപ്പ്. ഈ ആർ ഗ്രൂപ്പ് മീഥൈൽ ഗ്രൂപ്പ്, ഈഥൈൽ ഗ്രൂപ്പ്, അല്ലെങ്കിൽ വലിയ CH2 ചെയിൻ ആകാം. Okay, fatty acids plus glycerol. In most of the lipid we can see fatty acid and glycerol. അതിൽ fatty acids 2 types ആണ്. Fatty acids are 2 types, that is saturated and unsaturated.
Two types of fatty acids, saturated. Purida fatty acidum, apurida fatty acidum, unsaturated. What is the difference between saturated and unsaturated fatty acids? Saturated fatty acids means fatty acids with only single bond in the carbon chain. Carbon-carbon bond, a long carbon-carbon bond, only single bond ആയിരിക്കും. അതേസമയത്ത് unsaturated fatty acid ആണെങ്കിൽ one or more double bonds ഉണ്ടാവും. ഒരു ഫാറ്റി ആസിഡിനകത്ത് എല്ലാ ബോണ്ടും കാർബൺ ബോണ്ടും സിംഗിൾ ബോണ്ടാണോ, ദാറ്റ് ഇസ് കോൾഡ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. അത്തരം ഒരു ഫാറ്റി ആസിഡിന് എക്സാമ്പിൾ ആണ് പാമിറ്റിക് ആസിഡ്. പാമിറ്റിക് ആസിഡ് നമ്മൾ എഴുതുക CH3 CH2 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 അങ്ങനെ 14 ടൈംസ് CH2 വരും. CH2 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 1 2 3 4 5 6 7 8 9 10 11 12 13 14 then COH. These are represented by this long chain. Okay, this C3, all this carbon bond, single bond. This type of fatty acids with only single bond in the carbon chain are called saturated fatty acids. That is the fatty acids containing only single bond in the carbon chain. ഇത് നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതുകയാണെങ്കിൽ palmitic acid നമ്മൾ എഴുതുക CH3 CH2 14 times COOH. That is palmitic acid. Palmitic acid palm oilനകത്തുള്ള fatty acid. Palmitic acid is saturated fatty acid. മറ്റൊന്ന് palmitic acid, മറ്റൊന്ന് stearic acid ആണ്. Stearic acid എന്ന് പറയുമ്പോൾ സെയിം സ്ട്രക്ചർ തന്നെ. C3 CH2 16 ടൈംസ് ഉണ്ടാവും. CH3 CH2 16 ടൈംസ് COH. ടോട്ടൽ കാർബൺ stearic acidനകത്ത് 18 കാർബൺ ഉണ്ടാവും. 18 കാർബൺ. Palmitic acid ആണെങ്കിൽ 16 കാർബൺ. Palmitic acid contain total 16 carbon including carboxyl group. 16 palmitic acid CH2 C3 CH2 14 times. Carbon 14 C14 then 15 16. Stearic acid ആണെങ്കിൽ ഇവിടെ 16 ആയിരിക്കും. 16 17 18 total carbon 18 ഉണ്ടാവും. Arachidonic acid മറ്റൊരു saturated fatty acid ആണ് arachidonic acid. In arachidonic acid the CH3 CH2 18 times ആയിരിക്കും. Total carbon 20 carbon. Palmitic acid, stearic acid, arachidonic acid, all these are best examples for saturated fatty acids. Then unsaturated fatty acids with one or more double bond. Carbon ഇടയ്ക്കുള്ള carbon bond ആയിരിക്കും double bond ആയിരിക്കും. ഇങ്ങനെ ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് unsaturated fatty acid. അത്തരം fatty acids and examples ഒലീക് ആസിഡ്, ലിനോലെയിക് ആസിഡ്, ലിനോലെനിക് ആസിഡ്. നമ്മൾ കോക്കനട്ട് ഓയിലോ കാണുന്നത് ലിനോലെയിക് ആസിഡ്, ലിനോലെനിക് ആസിഡ്. ഒലിവ് ഓയിലിനകത്തുള്ളത് ഒലീക് ആസിഡ്. ഇതൊക്കെ ഓയിലാണ്. അതിനകത്തുള്ള ഫാറ്റി ആസിഡ്സിനെ വെച്ചാണ് അതിൻ്റെ പേര് പലപ്പോഴും വരുന്നത്. പാമിറ്റിക് ആസിഡ്, സ്റ്റിയറിക് ആസിഡ്, അറാക്കിഡോണിക് ആസിഡ്, ദെൻ ഒലീക് ആസിഡ്, ലിനോലെയിക് ആസിഡ്, ലിനോലെനിക് ആസിഡ്. അതിൽ പാമിറ്റിക് ആസിഡ്, സ്റ്റിയറിക് ആസിഡ്, അറാക്കിഡോണിക് ആസിഡ്, saturated fatty acid, oleic acid, linoleic acid, linolenic acid, these are unsaturated fatty acids. Okay, ഇതിൽ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് പ്രത്യേകത അത് റിയാക്ഷനിലി ഇനാക്റ്റീവ് ആയിരിക്കും. കാരണം അതിൻ്റെ എല്ലാ കാർബൺ ബോണ്ടും ഹൈഡ്രജനെ കൊണ്ട് സാറ്റിസ്ഫൈഡ് ആണ്. കാർബണിൻ്റെ ബാലൻസ് 4. ഇപ്പോൾ എന്തായിരിക്കും, കാർബൺ 2 ഹൈഡ്രജൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഓരോ ബോണ്ട് കാർബൺ ബോണ്ട് വരും. അതിലൂടെ 2 ഹൈഡ്രജൻ വന്നാൽ അതിൻ്റെ ബാലൻസ് 4 കംപ്ലീറ്റ് ആവും. അത്തരം ഫാറ്റി ആസിഡ്സിന് പ്രത്യേകത അത് റിയാക്ഷനിൽ ഇനാക്റ്റീവ് ആയിരിക്കും. ഇപ്പോൾ കൊളസ്ട്രോൾ ഫോർമേഷൻ അത് ഇൻക്രീസ് ചെയ്യും when it is compared with that of the unsaturated fatty acids. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്ത്, ലിപ്പിഡിനകത്ത് ഈ ഒരു ഫാറ്റി ആസിഡാണ് കൂടുതലുള്ളത്. അത് കൊളസ്ട്രോൾ ഫോർമേഷൻ കൂടാൻ കാരണമാകും. ഡോക്ടേഴ്സ് റെക്കമെൻഡ് ലിപ്പിഡ് കണ്ടെയ്നിങ് മോർ unsaturated fatty acid than saturated fatty acid. അപ്പോൾ ലിപ്പിഡിനകത്ത് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണോ അത് കൊളസ്ട്രോള് അത്ര പെട്ടെന്ന് കൂടാൻ കാരണമാകില്ല. നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്ത് അതുപോലെ പാം ഓയിൽ, ഡാൽഡ ഇതിലൊക്കെ വരുന്നത്
ഫാറ്റി ആസിഡ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. അപ്പോൾ അത്തരം സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആനിമൽ ഫാറ്റിനകത്തൊക്കെ ഉണ്ടാകുമ്പോൾ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആയിരിക്കും. അപ്പോൾ അത്തരം ഫാറ്റി ആസിഡ്സ് കൂടുതൽ കഴിക്കുമ്പോൾ അത് കൊളസ്ട്രോളിൻ്റെ അളവ് കൂടാൻ കാരണമാകും. ഡോക്ടേഴ്സ് റെക്കമെൻഡ് ലിപ്പിഡ് കണ്ടെയ്നിങ് മോർ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ദാൻ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. അങ്ങനെ പറയാനുള്ള കാരണം അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഡബിൾ ബോണ്ട് ഉണ്ടായിരിക്കും. അത് റിയാക്ഷനകത്ത് ഹൈഡ്രോജനേഷൻ റിയാക്ഷനകത്ത് വീണ്ടും പങ്കെടുക്കും. കൊളസ്ട്രോൾ ഫോർമേഷന് അത്ര പെട്ടെന്ന് കൂടാൻ ഇത് കാരണമാകുന്നില്ല. ഓക്കെ, അപ്പോൾ ഒരു ലിപ്പിഡിനകത്ത് നമ്മൾ രണ്ട് കമ്പണൻസ് ഉണ്ടായിരിക്കും, ഗ്ലിസറോളും ഫാറ്റി ആസിഡും. ഗ്ലിസറോൾ ടൈപ്സ് ഒന്നുമില്ല, ഒരേ ടൈപ്പാണ്, ട്രൈ ഹൈഡ്രോക്സി പ്രൊപ്പൈൻ, ദാറ്റ് ഈസ് CH2OH, HOH, H2OH. Then fatty acids are carboxyl group attached to an R group. Fatty acids are two types, saturated and unsaturated. Saturated fatty acid examples: palmitic acid, stearic acid, arachidonic acid. Palmitic acid total carbon 16, stearic acid 18 carbon including carboxyl group. Then arachidonic acid 20 carbon including carboxyl group. Unsaturated fatty acids with one or more double bond in the carbon chain. Example: linoleic acid, linolenic acid, oleic acid. ഓക്കെ, നമ്മളൊരു ലിപ്പിഡ് എങ്ങനെ ഫോം ചെയ്യാൻ നോക്കാം. ഒരു ലിപ്പിഡ് ഫോം ചെയ്യുമ്പോൾ എസ്റ്റർ ബോണ്ട് വഴി ഈ ഫാറ്റി ആസിഡ്സ് അതുകൊണ്ട് കണക്ട് ചെയ്യും. ഫാറ്റി ആസിഡ്സിനെ കണക്ട് ചെയ്യുമ്പോൾ ഇത് കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ഈ ഒരു രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്തു. CH2OH, CHOH, CH2OH. ഇതിൽ ഓരോ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും ആസിഡ് ഗ്രൂപ്പുമായിട്ട് ഫാറ്റി ആസിഡുമായി റിയാക്ട് ചെയ്യും. ഒരു ഫാറ്റി ആസിഡിനെ നമ്മൾ സിമ്പിളി നമ്മൾ എഴുതുക CrCOH എന്ന് എഴുതുക. COH നമുക്കറിയാം, C ഡബിൾ ബോണ്ടോ OH എന്ന് എഴുതും. ഓക്കെ, നമ്മൾ ഫാറ്റി ആസിഡിന് ഇത് R1. ഈ ഫാറ്റി ആസിഡ് നമ്മൾ കാർബോക്സിൽ ഗ്രൂപ്പിനെ ആൽക്കഹോളിക് ഗ്രൂപ്പുമായിട്ട് ഫേസ് ചെയ്യുന്ന രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുക. അടുത്ത ഫാറ്റി ആസിഡ് R2, C ഡബിൾ ബോണ്ടോ OH. ദെൻ നെക്സ്റ്റ് ഫാറ്റി ആസിഡ് R3, C ഡബിൾ ബോണ്ടോ COH നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ C ഡബിൾ ബോണ്ടോ OH എന്ന് എഴുതുക. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ OHും ഇവിടെയുള്ള ഹൈഡ്രജനും കൂടി എന്ത് ചെയ്യും, ഒരു മോളിക്യൂൾ വാട്ടർ റിലീസ് ചെയ്യും, ഒരു ബോണ്ട് ഫോം ചെയ്യും. ഈ ബോണ്ട് നമ്മൾ എസ്റ്റർ ബോണ്ട് എന്ന് പറയുക. ബോണ്ട് ഫോംഡ് ബിറ്റ്വീൻ ആൽക്കഹോളിക് ഗ്രൂപ്പ് ആൻഡ് ആസിഡ് ഗ്രൂപ്പ് ഇസ് കോൾഡ് എസ്റ്റർ ബോണ്ട്. അതേപോലെ ഇവിടെ എന്ത് ചെയ്യും, ഹൈഡ്രോക്സൈഡ് ഗ്രൂപ്പും ഈ ഹൈഡ്രജനും വാട്ടർ മോളിക്യൂൾ റിലീസ് ചെയ്യും, എസ്റ്റർ ബോണ്ട്. ഹൈഡ്രോക്സൈഡ് ഗ്രൂപ്പും Hഉം റിലീസ് ചെയ്തു, എസ്റ്റർ ബോണ്ട്. ഇങ്ങനെ എസ്റ്റർ ബോണ്ട് വഴി 3 ഫാറ്റി ആസിഡ്സ്, മാക്സിമം ഒരു ഗ്ലിസറോളിന് 3 ഫാറ്റി ആസിഡ്സ് കണക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോൾഡ് ട്രൈഗ്ലിസറൈഡ് എന്ന് പറയും. ട്രൈഗ്ലിസറൈഡ് മീൻസ് 1 glycerol plus 3 fatty acid. 3 glycerol അല്ല, 1 glycerol plus 1, 2, 3. Here R1, R2, R3 are 3 fatty acids. ഓക്കെ, ഇനി ഒരു ഗ്ലിസറോളിന് കൂടെ 2 ഫാറ്റി ആസിഡ് ഉള്ളതെങ്കിൽ നമ്മളതിനെ ഡൈഗ്ലിസറൈഡ് എന്ന് പറയും. ഒരു ഫാറ്റി ആസിഡ് ആണെങ്കിൽ നമ്മളതിനെ മോണോഗ്ലിസറൈഡ് പറയും. അപ്പോൾ മോണോഗ്ലിസറൈഡ്, ഗ്ലിസറോൾ പ്ലസ് 1 ഫാറ്റി ആസിഡ്, ഡൈഗ്ലിസറൈഡ്, ഗ്ലിസറോൾ പ്ലസ് 2 ഫാറ്റി ആസിഡ്സ്, triglyceride, glycerol plus 3 fatty acids. Fatty acids plus glycerol കണക്ഷൻ വേണ്ടി ഉപയോഗിക്കുന്ന ബോണ്ട് എസ്റ്റർ ബോണ്ട്. അപ്പോൾ ലിപ്പിഡിനെ പറ്റി ഇത്രയാണ് നിങ്ങളുടെ സിലബസിനകത്ത് പറയുന്നത്. ലിപ്പിഡ് liquid state at room temperature, that is oil. Solid state at room temperature, fat. Most of the lipid contain glycerol and fatty acids. Okay, നമ്മൾ മാക്രോ ബയോമോളിക്യൂൾസിലാണ് പോകുന്നത്. മൈക്രോ ബയോമോളിക്യൂൾസ് കഴിഞ്ഞു. Monosaccharides, amino acid, nucleotides, lipid. Then macro biomolecules, the water insoluble biomolecules with molecular weight above 1000 Dalton are called macro biomolecules. Macro biomolecules are polysaccharides, protein and nucleic acid. First one, polysaccharides. ഈ മാക്രോ ബയോമോളിക്യൂൾസ് പഠിക്കാൻ നമുക്ക് എളുപ്പമാണ്. കാരണം അതിനൊക്കെ ബേസിക് യൂണിറ്റ് നമ്മൾ പഠിച്ചതുകൊണ്ട് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ മതി. പോളിസാക്കറൈഡ്സ് ആർ മാക്രോ ബയോമോളിക്യൂൾസ് ഫോംഡ് ബൈ മോണോസാക്കറൈഡ് യൂണിറ്റ്സ്. ഇൻ എ പോളിസാക്കറൈഡ്, മോണോസാക്കറൈഡ്സ് ആർ കണക്റ്റഡ് ടുഗദർ ബൈ ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഓക്കെ, പ്രകൃതിയിൽ കാണുന്ന പോളിസാക്കറൈഡ്സ് ഒന്ന് സ്റ്റാർച്ചാണ്. The important polysaccharides are starch,
then cellulose, glycogen, inulin, not insulin, inulin, then chitin. These are different types of polysaccharides. Starch is a polysaccharide. It is formed by glucose. അതിനകത്തുള്ള മോണോമർ ഗ്ലൂക്കോസ് ആയിരിക്കും. ഗ്ലൂക്കോസ് മോണോമർ അടങ്ങിയിരിക്കുന്ന ഒരു പോളിസാക്കറൈഡ് ആണ് സ്റ്റാർച്ച്. സ്റ്റാർച്ച് ഈസ് ഫോംഡ് ബൈ ഗ്ലൂക്കോസ് monomers അല്ലെങ്കിൽ monosaccharides. Then cellulose, it is also formed by glucose. It also contains, this is the polysaccharide or polymer, then the monomer is glucose. Cellulose also monomer, monosaccharide glucose. Glycogen, glucose. ബോഡിക്കകത്ത് ഗ്ലൂക്കോസ് അധികമാകുമ്പോഴാണ് നമ്മളതിനെ ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഇതിൽ സ്റ്റാർച്ച് ഇസ് ദ സ്റ്റോറേജ് ഫോം ഓഫ് ഗ്ലൂക്കോസ് ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സ് സ്റ്റാർച്ച് ഗ്ലൂക്കോസ് അധികമാകുമ്പോൾ സ്റ്റാർച്ചിൻ്റെ ഫോമിൽ സ്റ്റോർ ചെയ്യും. എന്നാൽ ആനിമൽസ് ബോഡിക്കകത്ത് നമ്മൾ സ്റ്റാർച്ച് കഴിച്ചാൽ അതിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റും. നമ്മളെ ബോഡി ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാകുന്ന ഗ്ലൂക്കോസിനെ നമുക്ക് സ്റ്റാർച്ചായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ സ്റ്റോർ ചെയ്യുക എങ്ങനെയാണ്? ആനിമൽസ് സ്റ്റോർ ചെയ്യുന്നത് ഗ്ലൈക്കോജൻ. ഓക്കെ, the storage form of glucose in animals, glycogen. Storage form of glucose in plants, starch. The glycogen also contains glucose. Inulin, it is formed by fructose. The monomer is fructose. Fructose containing polysaccharide is inulin. ഫ്രൂട്ട് ഷുഗറിനകത്തൊക്കെ നമ്മൾ ഫ്രക്ടോസ് അത് കൂടിച്ചേർന്നുണ്ടാകുന്ന പോളിസാക്കറൈഡ്സ് ആണ് ഇനുലിൻ. കൈറ്റിൻ, ആർത്രോപോഡ്സിൻ്റെ എക്സോസ്കെലട്ടൺ made up of chitin. Chitinous exoskeleton. Chitin is a polysaccharide. It is formed by N-acetyl galactosamine. N-acetyl galactosamine. Galactosamine derived form ആണ് N-acetyl galactosamine. Well, chitin contains galactose. Inulin contains fructose. These starch, cellulose, glycogen contains glucose. Okay. Polysaccharides are macrobiomolecules. The important polysaccharides are starch, cellulose, glycogen, inulin, chitin. Okay, starch is the storage form of glucose in plants. Glycogen, storage form of glucose in animals. In plants, the cell wall contains a polysaccharide that is called cellulose. All these starch, cellulose, and glycogen contains the monomer glucose. Okay, the glycogen is the branching type of polysaccharide. ഇതൊക്കെ സ്ട്രെയിറ്റ് ചെയിൻ പോളിസാക്കറൈഡ്സ് ആയിരിക്കും. ഗ്ലൈക്കോജൻ ആണെങ്കിൽ ബ്രാഞ്ചസ് ഉണ്ടാകും. ഗ്ലൈക്കോജൻ്റെ സ്ട്രക്ചർ ടെക്സ്റ്റിനകത്ത് തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. ഗ്ലൈക്കോജൻ ഇസ് എ ബ്രാഞ്ചിങ് ടൈപ്പ് ഓഫ് പോളിസാക്കറൈഡ്. യെസ്, ഈ സ്റ്റാർച്ച് നമ്മൾ ഒരു സൊല്യൂഷനകത്ത് സ്റ്റാർച്ച് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള വഴിയാണ് അയഡിൻ ടെസ്റ്റ്. അയഡിൻ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്കൊരു ബ്ലൂയിഷ് കളർ ഉണ്ടാവും സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ. അത് വരാനുള്ള കാരണം സ്റ്റാർച്ചിന് ഹെലിക്കൽ ഷേപ്പ് ഫോം ചെയ്യാൻ പറ്റും. സ്റ്റാർച്ച് ക്യാൻ ഫോം ദ ഹെലിക്കൽ സ്ട്രക്ചർ. സ്റ്റാർച്ച് സ്ട്രെയിറ്റ് ചെയ്യുന്നതെയും അത് സ്പ്രിങ് പോലെയും മാറും. ഈ ഹെലിക്സിന് അയഡിനെ ഹോൾഡ് ചെയ്യാൻ പറ്റും. ദ ഹെലിക്സ് ക്യാൻ ഹോൾഡ് അയോഡിൻ. ഇതിനകത്ത് അയോഡിൻ മോളിക്യൂൾസിന് ഇയാൾ ഹോൾഡ് ചെയ്യും. സ്റ്റാർച്ച് അയോഡിൻ കോംപ്ലക്സ് ആയി മാറും. ദാറ്റ് സ്റ്റാർച്ച് അയോഡിൻ കോംപ്ലക്സ് ഈസ് ബ്ലൂ ഇൻ കളർ. അപ്പോൾ സ്റ്റാർച്ച് ഉള്ള സൊല്യൂഷനകത്ത് നമ്മൾ അയോഡിൻ ആഡ് ചെയ്യുമ്പോൾ ബ്ലൂ കളർ വരെയുള്ള കാരണം സ്റ്റാർച്ച് ഫോം ഹെലിക്കൽ സ്ട്രക്ചർ. ദിസ് ഹെലിക്സ് ക്യാൻ ഹോൾഡ് അയോഡിൻ. ദാറ്റ് സ്റ്റാർച്ച് അയോഡിൻ കോംപ്ലക്സ് ഈസ് ബ്ലൂ ഇൻ കളർ. അതേസമയത്ത് സെല്ലോസ് ആണെങ്കിൽ നമ്മൾ അയോഡിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്ലൂയിഷ് കളർ കിട്ടുന്നില്ല. കാരണം സെല്ലോസ് നെവർ ഫോം ഹെലിക്കൽ ഷേപ്പ്, സോ ഇറ്റ് കനോട്ട് ഹോൾഡ് അയോഡിൻ. ഇപ്പോൾ സ്റ്റാർച്ചും സെല്ലോസിനും നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ സ്റ്റാർച്ചിന് ഹെലിക്കൽ ഷേപ്പ് ഉള്ളതുകൊണ്ട് അയോഡിനെ ഹോൾഡ് ചെയ്യാൻ പറ്റും. എന്നാൽ സെല്ലോസ് അയോഡിനോട് റിയാക്ട് ചെയ്യില്ല. ഇറ്റ് ഹാസ് നോ ഹെലിക്കൽ ഷേപ്പ്, സോ ഇറ്റ് കനോട്ട് ഹോൾഡ് അയോഡിൻ. അതിന് അയോഡിനെ പിടിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, സോ ഇറ്റ് നെവർ ഫോംസ് ബ്ലൂയിഷ് കളർ. ഓക്കെ, അപ്പോൾ സ്റ്റാർച്ചുള്ള ഏത് സൊല്യൂഷൻ ഉണ്ടോ അയോഡിൻ ആഡ് ചെയ്യുമ്പോൾ അത് ബ്ലൂയിഷ് ആയി മാറും. അതിനുള്ള കാരണം സ്റ്റാർച്ച് അയോഡിൻ കോംപ്ലക്സ് ഫോം ചെയ്യും. This complex is blue in color. Okay. Next, protein. Protein, it is a polymer formed by amino acid monomer. Protein, it is a
Macrobiomolecule formed by amino acids. Amino acids are the basic unit of protein. In a protein, amino acids are connected together by peptide bond. Okay? ഒരു പ്രോട്ടീൻ പ്രത്യേകത, ഒരു പ്രോട്ടീനകത്ത് അമിനോ ആസിഡ്സ് പെപ്റ്റൈഡ് ബോണ്ട് വഴി കണക്ട് ചെയ്യും. ഈ അമിനോ ആസിഡ്സ് ഒക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിരിക്കും. പ്രകൃതിയിൽ 20 ടൈപ്സ് ഓഫ് അമിനോ ആസിഡ്സ് ഉണ്ട്. 20 ടൈപ്സ് ഓഫ് നാച്ചുറലി ഒക്കറിങ് അമിനോ ആസിഡ്. അതിൽ ആ 20 ടൈപ്സ് ഓഫ് അമിനോ ആസിഡ് ഗ്ലൈസിൻ, അലാനിൻ, സിസ്റ്റീൻ, സെറിൻ, ട്രിപ്റ്റോഫാൻ, തൈറോസിൻ. ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻ, ഒരു പ്രോട്ടീൻ ചെയിനകത്ത് വി ക്യാൻ സി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡ്സ്. ഒരേ തരം അമിനോ ആസിഡ് കൊണ്ട് ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ടായിരിക്കില്ല. അതേസമയത്ത് ഒരേ തരം മോണോമറിനെ കൊണ്ട് നമുക്ക് പോളിസാക്കറൈഡ് കാണാൻ പറ്റും. സ്റ്റാർച്ച് ഫോംഡ് ബൈ സെയിം ടൈപ്പ് ഓഫ് മോണോമർ, ദാറ്റ് ഇസ് ഗ്ലൂക്കോസ്. സെല്ലോസിനകത്തും മോണോമർ സെയിമാണ്. അതിനൊക്കെ നമ്മൾ ഹോമോപോളിമേഴ്സ് എന്ന് പറയും. എന്നാൽ പ്രോട്ടീൻ ഈസ് ഓൾവേസ് എ ഹെറ്ററോപോളിമർ. ഒരേ തരം അമിനോ ആസിഡ് കൊണ്ട് പ്രകൃതിയിൽ പ്രോട്ടീൻ ഇല്ല. ദ പ്രോട്ടീൻ കണ്ടെയ്ൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡ്സ്. അപ്പോൾ പല നിറത്തിലുള്ള മുത്തുകൾ കൊണ്ടുള്ള ഒരു മാല പോലെ ഉണ്ടാവും. പ്രോട്ടീൻ ഈസ് ഓൾവേസ് എ ഹെറ്ററോപോളിമർ. ദാറ്റ് മീൻസ് ദ protein contains different types of amino acids. But starch, cellulose, glycogen, these are homopolymers. അപ്പോൾ ഹോമോപോളിമർ, ഹെറ്ററോപോളിമർ കെമിസ്ട്രിക്കകത്തുള്ള ടേംസ് നിങ്ങൾക്ക് അറിയണം. ഹോമോപോളിമർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉള്ള മുത്തുകളൊക്കെ സെയിം ആയിരിക്കും, സെയിം ടൈപ്പ് ഓഫ് മോണോമേഴ്സ് ആയിരിക്കും. ഹെറ്ററോപോളിമർ ആണെങ്കിൽ ദ പോളിമർ കണ്ടെയ്നിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോണോമേഴ്സ് ആയിരിക്കും. അത്തരത്തിൽ പ്രോട്ടീൻ പ്രത്യേകത, പ്രോട്ടീൻ കണ്ടെയ്ൻസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡ്, സോ പ്രോട്ടീൻ ഈസ് കോൾഡ് എ ഹെറ്ററോപോളിമർ. ഇനി പ്രകൃതിയിൽ കാണപ്പെടുന്ന ഇമ്പോർട്ടൻറ്റ് പ്രോട്ടീൻസ്, ടെക്സ്റ്റിനകത്ത് പറയുന്ന പ്രോട്ടീൻസ്, അതിൻ്റെ ഫങ്ഷൻ, ആ ടേബിളൊക്കെ പരീക്ഷയ്ക്ക് വേണമെങ്കിൽ വന്നേക്കാം. പ്രോട്ടീന് എക്സാമ്പിൾ ഒന്ന് കൊളാജൻ. കൊളാജൻ, then trypsin, insulin, antibody, receptor, glucose transport 4. പ്രകൃതിയിലുള്ള പ്രോട്ടീൻസിൻ്റെ പേരുകളായത്. പല പ്രോട്ടീൻസ് ഉണ്ട്. അതിനകത്ത് നമ്മുടെ ടെക്സ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രോട്ടീൻ കൊളാജൻ, ട്രിപ്സിൻ, ഇനുലിൻ, ആൻറ്റിബോഡി, റിസപ്റ്റർ, ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട് 4. അതിൻ്റെ ഷോർട്ടാണ് GLUT, ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട്. ഓരോന്നിൻ്റെയും ഫംഗ്ഷൻ, കൊളാജൻ്റെ ഫംഗ്ഷൻ, കൊളാജൻ ഇന്റർസെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ്. ഇറ്റ് ആക്ട് ആസ് ഇന്റർസെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് മീൻസ് ഒരു ടിഷ്യൂവിനകത്ത് സെൽസിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് ഉണ്ടാവും. ഈ ഗ്യാപ്പിന് നമ്മൾ എക്സ്ട്രാ സെല്ലുലാർ സ്പേസ് അല്ലെങ്കിൽ ഇന്റർസെല്ലുലാർ സ്പേസ് എന്ന് പറയുക. ഈ സ്പേസിൽ എന്ത് ചെയ്യും, കൊളാജൻ ഫൈബേഴ്സ്, നമ്മൾ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ചാപ്റ്റർ ഉണ്ട്, നമ്മൾ എടുത്തില്ല. ആ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ എന്നുള്ള സോളജി ചാപ്റ്റർ, ഫസ്റ്റ് ഇയർ പഠിക്കാനുള്ള സോളജി ചാപ്റ്ററിനകത്ത് ആനിമൽ ടിഷ്യൂസിനെ പറ്റി പഠിക്കുന്നുണ്ട്. അതിൽ ഏരിയോളാർ കണക്റ്റീവ് ടിഷ്യൂ, ആ ടിഷ്യൂസിൻ്റെ ഒക്കെ കണക്റ്റീവ് ടിഷ്യൂസിനൊക്കെ എന്ത് ചെയ്യും, അതിൻ്റെ സെൽസിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ ഇത്തരം ഫൈബേഴ്സ്, നമ്മൾ കൊളാജൻ ഫൈബേഴ്സ് എന്ന് പറയുക. ഈ കൊളാജൻ ഫൈബേഴ്സിലൂടെ അതിന് സ്ട്രെങ്ത് കിട്ടുന്നത്. ഈ കൊളാജൻ ഫൈബേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി കൊളാജൻ പ്രോട്ടീൻ സഹായിക്കുന്നു. ഇറ്റ് ആക്ട് ആസ് ഇന്റർസെല്ലുലാർ, സെൽസിൻ്റെ ഇടയ്ക്കുള്ള ഫൈബേഴ്സ് ഫോം ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഇന്റർസെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ്, ഇറ്റ് ആക്ട് ആസ് ഇന്റർസെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ്. അതിനെ ക്ലിയർ ആയിട്ട് നമ്മൾ മറ്റൊരു ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യും. ട്രിപ്സിൻ, ഇറ്റ് ഈസ് എൻ എൻസൈം, ഒരു പ്രോട്ടീൻ എൻസൈമാണ് ട്രിപ്സിൻ. ട്രിപ്സിൻ്റെ ഫങ്ഷൻ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഉള്ള ഒരു ചാപ്റ്റർ ഈ വർഷം പഠിക്കുന്ന ചാപ്റ്ററിനകത്ത് ഈ ട്രിപ്സിൻ നമുക്ക് കാണാൻ സാധിക്കും. ഇൻസുലിൻ നിങ്ങൾക്കായിട്ട് പരിചയമുണ്ട്. ഇൻസുലിൻ, ഗ്ലൂക്കോഗോൺ, ഇൻസുലിൻ. ഇൻസുലിൻ ഇസ് എ ഹോർമോൺ, എ പ്രോട്ടീൻ ഹോർമോൺ. It is a hormone, it is an enzyme, act as intercellular ground substance. Antibody, നിങ്ങൾക്കറിയാം, ഫോറിൻ പാർട്ടിക്കിൾസ് നമ്മൾ ആൻറ്റിജൻ എന്ന് പറയും. ആൻറ്റിജൻ ബോഡിക്കകത്ത് വരുമ്പം അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി, അതിനെ തടയാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻ മോളിക്യൂൾസ് ആണ് ആൻറ്റിബോഡി. ആൻറ്റിബോഡീസ് ഫൈറ്റ് ഇൻഫെക്റ്റിയസ് ഏജൻറ്റ്, രോഗാണുക്കളെ കൊല്ലാൻ വേണ്ടി പ്രവർത്തിക്കുന്നു. ഫൈറ്റ് ഇൻഫെക്റ്റിയസ് ഏജന്റ്. റിസപ്റ്റേഴ്സ്, സെൻസറി റിസപ്ഷൻ എന്ന് പറയുക. സെൻസ് ഓർഗൻസിലെ സ്റ്റിമുലസ് വരുമ്പോഴത്തേയും സെൻസ് ഓർഗൻസ് അതിന് നെർവ് ഇമ്പൾസ് ആക്കി മാറ്റും. ആ സ്റ്റിമുലസിനെ റിസീവ് ചെയ്യുന്ന സർട്ടൻ ഇമ്പോർട്ടൻറ്റ് പ്രോട്ടീൻസ് ആയിരിക്കും. ദർ കോൾഡ് റിസപ്റ്റേഴ്സ്. ദീസ് ആർ ദ പ്രോട്ടീൻ മോളിക്യൂൾസ്
present in the sense organs, they act as sensory receptor. സ്റ്റിമുലസിന് റിസീവ് ചെയ്തിട്ട് നെർവ് ഇമ്പൾസ് ആക്കി മാറ്റാൻ സഹായിക്കും. ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട് 4, ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ടു ദ സെൽ. നമ്മൾ കഴിക്കുന്ന ഗ്ലൂക്കോസ് സെൽസിനകത്ത് എത്തണമെങ്കിൽ, ബ്ലഡിൽ നിന്ന് സെൽസിലേക്ക് കടക്കണമെങ്കിൽ ഈ പ്രോട്ടീൻ്റെ ആവശ്യമുണ്ട്. ദറ്റ് ഈസ് ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട് 4, ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ടു ദ ബ്ലഡിൽ നിന്ന് സെൽസിലേക്ക് ഗ്ലൂക്കോസിനെ കടത്തിവിടാൻ സഹായിക്കുന്നു. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് പ്രോട്ടീൻസ് ആൻഡ് ദിയർ ഫംഗ്ഷൻ. കൊളാജൻ ഫംഗ്ഷൻ്റെ കോളം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ടേബിളിനകത്ത് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പ്രോട്ടീൻ പറയാൻ സാധിക്കണം, പ്രോട്ടീൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫംഗ്ഷൻ പറയാൻ സാധിക്കണം. ഈ ടേബിൾ പലതവണ പരീക്ഷയ്ക്ക് വന്ന ടേബിളാണ്. കൊളാജൻ ആക്ട് ആസ് ഇന്റർസെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ്, ട്രിപ്സിൻ an enzyme, insulin a hormone, antibody fight infectious agent, receptor sensory reception, glucose transport 4, the transportation of glucose into the cell. ഈ രണ്ട് പ്രോട്ടീൻസിനെ നിങ്ങൾ ടെക്സ്റ്റിനകത്ത് എടുത്ത് പറയുന്നുണ്ട്. ഒന്ന് കൊളാജനും മറ്റൊന്ന് റുബിസ്കോ. ഇതിൽ കൊളാജൻ്റെ പ്രത്യേകത അബണ്ടന്റ് പ്രോട്ടീൻ ഇൻ ആനിമൽസ്. ആനിമൽസിൽ ഏറ്റവും ധാരാളമായി കാണപ്പെടുന്ന പ്രോട്ടീൻ ആനിമൽ പ്രോട്ടീൻ, ദറ്റ് ഇസ് കൊളാജൻ. ദ അബണ്ടന്റ് പ്രോട്ടീൻ ഇൻ പ്ലാന്റ്സ് വേണേൽ പറയാം. പ്ലാന്റ്സിന് ഫോട്ടോസിന്തസിസ് കാണിക്കണമെങ്കിൽ എൻസൈം വേണം. റുബിസ്കോ റൈബുലോസ് ബൈഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ്, അതതിൻ്റെ ഫുൾ ഫോം. അതിൻ്റെ ഷോർട്ടാണ് റുബിസ്കോ. റുബിസ്കോയുടെ എക്സ്പാൻഷൻ വേണം ചോദിച്ചേക്കാം. ബോട്ടണി ഭാഗത്ത് ഫോട്ടോസിന്തസിസ് ഈ വർഷം പഠിക്കാനുണ്ട്, ആ ഭാഗത്ത് പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. റുബിസ്കോ ഫോട്ടോസിന്തസുമായി ബന്ധപ്പെട്ട് പ്ലാന്റ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ഹോർമോണാണ് റുബിസ്കോ. പ്ലാന്റ്സിനകത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രോട്ടീൻ റുബിസ്കോ ആയിരിക്കും. ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത് പ്ലാന്റ്സ് ആണ്. ആനിമൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ പ്ലാന്റ്സ് ആണ് കൂടുതലുള്ളത്. നമ്മൾ റുബിസ്കോനെ എന്ത് വിളിക്കാറുണ്ട്? അബണ്ടന്റ് പ്രോട്ടീൻ ഇൻ ദ ബയോസ്ഫിയർ എന്ന് പറയാം. മൊത്തം ജീവിഗണങ്ങൾ, ജൈവമണ്ഡലം എടുത്തു കഴിഞ്ഞാൽ മൊത്തം ജീവികളിൽ ഏറ്റവും ധാരാളമായി കാണപ്പെടുന്ന പ്രോട്ടീൻ റുബിസ്കോ. അബണ്ടന്റ് പ്രോട്ടീൻ ഇൻ ദ ബയോസ്ഫിയർ, ദിസ് ഈസ് ദ അബണ്ടന്റ് പ്രോട്ടീൻ ഇൻ പ്ലാന്റ്സ്. Abundant protein in animals. Collagen is the abundant protein in animals. Rubisco is the abundant protein in plants എന്ന് പറയാം, അല്ലെങ്കിൽ abundant protein in the biosphere എന്ന് പറയാം. ഓക്കെ, പ്രോട്ടീൻസിൻ്റെ ഭാഗത്ത് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണം. ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രോട്ടീൻ്റെ സ്ട്രക്ചറാണ്. ദ സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. പ്രോട്ടീൻ അമിനോ ആസിഡ്സിൻ്റെ ചെയിൻ ആയിരിക്കും. അമിനോ ആസിഡ് പെപ്റ്റൈഡ് ബോണ്ട് വഴി ഒരുപാട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിന് പോളിപെപ്റ്റൈഡ് ചെയിൻ എന്ന് പറയും. പ്രോട്ടീൻ ഫസ്റ്റ് ഫോം ചെയ്യുമ്പോൾ അമിനോ ആസിഡ് ഇങ്ങനെ പെപ്റ്റൈഡ് ബോണ്ട് വഴി കണക്ട് ചെയ്തൊരു ചെയിൻ പോലെ ഉണ്ടാവും. റൈബോസം ഈസ് ദ സൈറ്റ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. സെൽസിനകത്ത് പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് നമ്മൾ റൈബോസം എന്ന് പറയും. റൈബോസത്തിനകത്ത് വെച്ച് എന്ത് ചെയ്യും? അമിനോ ആസിഡ്സ് പെപ്റ്റൈഡ് ബോണ്ട് വഴി ഇങ്ങനെ കണക്ട് ചെയ്യും. ഒരു മാല പോലെ ഉണ്ടാവും, ചങ്ങല പോലെ ഉണ്ടാവും. ഇതെങ്ങനെ നടക്കുക എന്നുള്ളത് നമ്മൾ അടുത്ത വർഷം നമുക്ക് ജനറ്റിക്സിനകത്ത് പഠിക്കാനുണ്ട്. ദ സിന്തസിസ് ഓഫ് പ്രോട്ടീൻ ഫ്രം mRNA, ദാറ്റ് ഈസ് കോൾഡ് ട്രാൻസ്ലേഷൻ എന്ന് പറയാം. അങ്ങനെ റൈബോസിനകത്ത് പ്രോട്ടീൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഒരു വരി പോലെ ഉണ്ടാവും. ലീനിയർ അറേഞ്ച്മെന്റ് ആയിരിക്കും. ദ അമിനോ ആസിഡ്സ് ആർ ലീനിയർലി അറേഞ്ച്ഡ്, ഒരു ലൈൻ പോലെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദിസ് സ്ട്രക്ചർ ഇസ് കോൾഡ് പ്രൈമറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. പ്രോട്ടീൻ്റെ ഒന്നാം ഘട്ടം പ്രൈമറി സ്ട്രക്ചർ. പ്രോട്ടീന് 4 സ്റ്റേജ് ഉണ്ട്. അതിൽ പ്രൈമറി സ്റ്റേജ് പ്രോട്ടീൻ സിന്തസിസ് തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ഈ ചെയിൻ പോലെ ഉണ്ടാവുക. നമ്മൾ സിമ്പിൾ തന്നെ റെപ്രസെൻറ്റ് ചെയ്യുക, ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും. NC നമ്മൾ മാർക്ക് ചെയ്യും. അമിനോ NH2 ഉള്ള എൻഡും കാർബോക്സിൽ ഗ്രൂപ്പുള്ള എൻഡും. ഓക്കെ, അമിനോ ഗ്രൂപ്പും കാർബോക്സിൽ ഗ്രൂപ്പും എന്ത് ചെയ്യുക? ബോണ്ട് ഫോം ചെയ്യുക. ബോണ്ട് ഫോംഡ് ബിറ്റ്വീൻ അമിനോ ഗ്രൂപ്പ് ആൻഡ് കാർബോക്സിൽ ഗ്രൂപ്പ്. അപ്പോൾ ഏറ്റവും അറ്റത്ത് വരുന്ന അമിനോ ആസിഡിന് ഇപ്പോൾ ഇതിൻ്റെ കാർബോക്സിലും ഇയാൾ അമിനോ എന്ന് ബോണ്ട് ഫോം ചെയ്യുന്നെങ്കിൽ ഇയാളുടെ അമിനോ ഇവിടെ ഫ്രീ ആയിരിക്കും. അങ്ങനെ വരികയാണെങ്കിൽ ഈ എൻഡിൽ വരുന്ന അമിനോ ആസിഡിന് അതിൻ്റെ കാർബോക്സൈൽ ഗ്രൂപ്പ് ആയിരിക്കും ഫ്രീ ഉണ്ടാവുക. ഇയാളുടെ അമിനോ ഗ്രൂപ്പ് ഇവിടെയുള്ള കാർബോക്സൈലോട് കണക്ട് ചെയ്യും. കാർബോക്സൈൽ അമിനോ, കാർബോക്സൈൽ അമിനോ, കാർബോക്സൈൽ അമിനോ, കാർബോക്സൈൽ അമിനോ, കാർബോക്സൈൽ ഗ്രൂപ്പ് ഫ്രീ. രണ്ടെങ്കിലും അമിനോ ഗ്രൂപ്പ് ഫ്രീ ഉണ്ടാവില്ല. കാരണം ബോണ്ട് ഈസ് ഫോംഡ്, പെപ്റ്റൈഡ് ബോണ്ട് ഈസ് ഫോംഡ് ബിറ്റ്വീൻ അമിനോ ഗ്രൂപ്പ് ആൻഡ് കാർബോക്സിൽ ഗ്രൂപ്പ്. പൊരൻഡിൽ അമിനോ ഗ്രൂപ്പ് ആണെങ്കിൽ ഓപ്പോസിറ്റിൽ കാർബോക്സിൽ ആയിരിക്കും. ഇവിടെ കാർബോക്സിൽ ആണെങ്കിൽ അവിടെ അമിനോ ആയിരിക്കും. ഓക്കെ, ഇപ്പം ഏത് ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻ എടുത്തു കഴിഞ്ഞാലും 2 എൻഡ് ഉണ്ടാവും. ഒരു എൻഡിൽ അമിനോ ഗ്രൂപ്പ് ഫ്രീ ഉള്ള എൻഡ് ആയിരിക്കും, ഓപ്പോസിറ്റ് എൻഡ് കാർബോക്സിൽ ഗ്രൂപ്പുള്ള
ഫ്രീ ഉള്ള എൻഡ് ആയിരിക്കും. ബാക്കി എല്ലാ കാർബോക്സിൽ അമിനോ പെപ്റ്റൈഡ് ബോണ്ടോട് കണക്ട് ചെയ്തിരിക്കും. ഏതുപോലെയാണ് നമ്മൾ ട്രെയിനിൻ്റെ ബോഗികൾ കണക്ട് ചെയ്യുക. ഒരു ട്രെയിനിൻ്റെ ബോഗി കണക്ട് ചെയ്യുക ഫ്രണ്ടും ബാക്കും. ഒരു ബോഗിയുടെ ഫ്രണ്ട് അടുത്ത ബോഗിയുടെ ബാക്കുമായിട്ട് കണക്ട് ചെയ്യും. അങ്ങനെ ഒരു 10 ബോഗികൾ ചെയിൻ പോലെ കണക്ട് ചെയ്ത് നിങ്ങളത് മനസ്സിലോർത്ത് നോക്കി. ഈ ഫസ്റ്റ് വരുന്ന ബോഗിയുടെ ഫ്രണ്ട് ഫ്രീ ആണെങ്കിൽ എന്തായിരിക്കും ലാസ്റ്റ് വരുന്ന ബോഗിയുടെ ബാക്ക് ആയിരിക്കും ഫ്രീ. കാരണം കണക്ഷൻ ഫ്രണ്ട് ബാക്ക്. അതുപോലെയാണ് അമിനോ ഗ്രൂപ്പ് ഒരു എൻഡിൽ ഫ്രീ ഉണ്ടാകുമ്പം ഓപ്പോസിറ്റ് എന്തായിരിക്കും കാർബോക്സിൽ ഗ്രൂപ്പ് ഫ്രീ ആയിരിക്കും. അപ്പം നമ്മൾ ആ ടെർമിനൽ ആ എൻഡ് കാണിക്കണം. ഇതൊരു പോളിപെപ്റ്റൈഡ് ചെയിനാണ്, നമ്മൾ അമിനോ ആസിഡിന്റെ ചങ്ങലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ഭാഗത്ത് അമിനോ ഗ്രൂപ്പ് ഫ്രീ ഉള്ള എൻഡ് നമ്മൾ എൻഡ് എന്ന് പറയും. കാർബോക്സിൽ ഗ്രൂപ്പ് ഫ്രീ ഉള്ള എൻഡ് സി. രണ്ട് ഭാഗത്തും എന്നോ രണ്ട് ഭാഗത്തും സി എന്ന് വരരുത്. അങ്ങനെ നമ്മളൊരു ലീനിയർ അറേഞ്ച്മെന്റ് ലൈൻ പോലെ കാണപ്പെടുന്നു. അതിന് എന്നും സിയും കൊണ്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു പോളിപെപ്റ്റൈഡ് ചെയിൻ എന്ന് വായിക്കുക. അമിനോ ആസിഡ്സ് പെപ്റ്റൈഡ് ബോണ്ടോട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഗീവ്സ് എ ലീനിയർ അറേഞ്ച്മെന്റ് ദാറ്റ് ഈസ് കോൾഡ് പ്രൈമറി സ്ട്രക്ചർ. ഇനി എന്താണ് സെക്കൻഡറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സെക്കൻഡറി സ്ട്രക്ചർ. Secondary structure of protein means the primary structure, coiling of primary structure. ഈ primary structure കോയിലിങ്ങിന് വിധേയമാവും. അമിനോ ആസിഡ്സ് എന്ത് ചെയ്യും? ഇതിന് പെപ്റ്റൈഡ് ബോണ്ട് അല്ലാതെ അഡീഷണൽ ബോണ്ട് വരും. എങ്ങനെ അഡീഷണൽ ബോണ്ട്? സൾഫർ ഉള്ള അമിനോ ആസിഡ് ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് സൾഫർ ഉള്ള അമിനോ ആസിഡ് ഉണ്ടാവും. ഈ സൾഫർ ഉള്ള അമിനോ ആസിഡ് എന്ത് ചെയ്യും? അത് കോയിലിങ്ങിന് ഭാഗമായിട്ട് സൾഫർ എടുത്ത് വന്നിട്ട് സൾഫർ ബോണ്ട് വഴി കണക്ട് ചെയ്യും. സൾഫർ ഇവിടെയുള്ള സൾഫറും ദൂരെയുള്ള സൾഫർ എന്ത് ചെയ്യും? പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിങ്ങനെ സ്പ്രിംഗ് പോലെ മാറും. ഇങ്ങനെ സൾഫർ ബോണ്ട് കൂടി വരുമ്പോൾ എന്ത് ചെയ്യും? ഇയാൾ മൊത്തം ഒരു സ്പ്രിംഗ് പോലെ ആയിരിക്കും. ഹെലിക്കൽ ഷേപ്പ് എന്ന് പറയും. ഈ പ്രൈമറി സ്ട്രക്ചർ കോയിലിങ്ങിന്റെ ഭാഗമായിട്ട് അത് ഹെലിക്കൽ ഷേപ്പിലേക്ക് വന്നാൽ ഇവിടെ നമ്മൾ NC മാർക്ക് ചെയ്യണം. ദ പോളിപെപ്റ്റൈഡ് ചെയിൻ ഹെലിക്കൽ ഷേപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതിന് സെക്കൻഡറി സ്ട്രക്ചർ എന്ന് പറയും. പ്രൈമറി സ്ട്രക്ചർ, ദ കോയിലിംഗ് ഓഫ് പ്രൈമറി സ്ട്രക്ചർ ഗീവ്സ് എ ഹെലിക്കൽ ഷേപ്പ്. ദെൻ third stage is tertiary structure. Tertiary, that is further coiling of secondary structure. Secondary structure പിന്നെയും ചുരുളും. അങ്ങനെ ഇയാൾ ചുരുണ്ടൊരു കോട്ടൺ ബോൾ പോലെ ഉണ്ടാവും. വീണ്ടും അതിന് അഡീഷണൽ ബോണ്ട് വരുമ്പോൾ ഹൈഡ്രജൻ ബോണ്ടും അയോണിക് ബോണ്ടൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും? മൊത്തം ഇയാൾ തിരിഞ്ഞ് ചൊറഞ്ഞ് ഒരു 3D ഷേപ്പിലേക്ക് വരും. ഫർദർ കോയിലിംഗ് ഓഫ് ഹെലിക്കൽ ഷേപ്പ് ഗീവ്സ് എ 3-dimensional ഷേപ്പ് ദാറ്റ് ഈസ് കോൾഡ്, നിങ്ങൾ ടെക്സ്റ്റിനകത്തൊരു ഡയഗ്രം ഉണ്ട്, ഒരു 3-dimensional ഷേപ്പിലേക്ക് വന്നു. അതിന് സ്ട്രക്ചർ നിങ്ങൾ നോക്കിയാൽ മതി. ലൈൻ പോലെയാണെങ്കിൽ പ്രൈമറി സ്ട്രക്ചർ, ഹെലിക്കൽ ഷേപ്പ് ആണെങ്കിൽ സെക്കൻഡറി സ്ട്രക്ചർ, 3D ഷേപ്പ് ആണെങ്കിൽ ടെർഷറി സ്ട്രക്ചർ. പ്രോട്ടീൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് പരീക്ഷയ്ക്ക് വരാറുണ്ട്. പ്രൈമറി സ്ട്രക്ചർ ദറ്റ് ഈസ് ദ ലീനിയർ അറേഞ്ച്മെന്റ് ഓഫ് അമിനോ ആസിഡ്സ് ഇൻ എ പോളിപെപ്റ്റൈഡ് ചെയിൻ. ഈ പ്രൈമറി സ്ട്രക്ചറിൽ പ്രോട്ടീൻ 3 തരം എന്നല്ലേ? പ്രോട്ടീൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എപ്പോഴും എന്തായിരിക്കും? ദിസ് സ്റ്റേജ് പ്രൈമറി. അത് കോയിലിങ്ങിൻ്റെ ഭാഗമായിട്ട് സെക്കൻഡറിയിലേക്ക് കടക്കും. ഫർദർ കോയിലിംഗ് ടെർഷറി മാറും. ഇനി 4ാമത്തെ സ്റ്റേജ് കോർ ടെർണറി എന്ന് പറയും. കോർ ടെർണറി എന്ന് പറയുമ്പം വീണ്ടും ചുരുള എന്നല്ല അർത്ഥം. മാക്സിമം ഇയാളുടെ കോയിലിംഗ് എവിടെയാന്ന് ടെർഷറി കഴിയും. ഇനി ഇത്തരത്തിലുള്ള ടെർഷറി സ്ട്രക്ചറുള്ള ഒന്നിൽ കൂടുതൽ ആൾക്കാർ കൂടിച്ചേരുമ്പം നമ്മളതിനെ കോർ ടെർണറി എന്ന് പറയും. ഇൻ അസോസിയേഷൻ ഓഫ്. ഇയാൾ ഇത്തരം ആൾക്കാർ എന്ത് ചെയ്യുക? ഇത്തരം ആൾക്കാർ ഒന്നിൽ കൂടുതൽ കൂടിച്ചേരുമ്പോൾ 1, 2, 3, 4 2, 3, 4 എത്ര വേണേൽ കൂടിച്ചേരാം. an association of more than one tertiary structure gives quaternary structure. ഒന്നിൽ കൂടുതൽ ടെർഷറി സ്ട്രക്ചർ കൂടിച്ചേരുമ്പോൾ അതിനെ ക്വാർട്ടർ, നമ്മളിപ്പോൾ 4 വരച്ചിരിക്കുന്നത് ക്വാർട്ടറിൻ്റെ എക്സാമ്പിൾ നിങ്ങൾ ടെക്സ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്നത് ഹീമോഗ്ലോബിൻ ഇസ് എ പ്രോട്ടീൻ. ഹീമോഗ്ലോബിൻ ഒരു പ്രോട്ടീനാണ്. അത് ടെർഷറി സ്ട്രക്ചറുള്ള പോളിപെപ്റ്റൈഡ് ചെയിൻ 4 ഉണ്ടാവും. 4 കോട്ടൺ എന്ന് പറയുമ്പോൾ 4 വരണമെന്നില്ലേ? അതിന് അസോസിയേഷൻ ഓഫ് മോർ ദാൻ 1, 2 വന്നാലും കോട്ടൺ തന്നെ പറയുക. അതിൽ ഹീമോഗ്ലോബിൻ്റെ കേസിൽ 4 ചെയിൻ ഉണ്ടാവും. 2 ആൽഫ ചെയിനും 2 ബീറ്റ ചെയിനും. ഓക്കെ, ഹീമോഗ്ലോബിൻ്റെ ആ ചെയിനിനെ പറ്റി നമുക്ക് മറ്റൊരു ഭാഗത്ത് പഠിക്കാനുണ്ട്. സിക്കിൾ സെൽ അനീമിയയിൽ അതിൻ്റെ ബീറ്റ ചെയിൻ അതിൻ്റെ ഡിഫക്റ്റ് വരുമ്പോഴാണ് നമ്മൾ അരിവാൾ രോഗം എന്ന് പറയുന്നത്. ഒരു ഹീമോഗ്ലോബിനകത്ത് ടെർഷറി സ്ട്രക്ചറുള്ള 4 പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ടാകും. ഇറ്റ് കണ്ടെയ്ൻസ് 4 പോളിപെപ്റ്റൈഡ് ചെയിൻ. അമിനോ ആസിഡ്സ് പെപ്റ്റൈഡ് ബോണ്ട് വഴി കണക്ട് നമ്മൾ പോളിപെപ്റ്റൈഡ് ചെയിൻ എന്നാ പറയാം. 250-300 അമിനോ ആസിഡ് ഉണ്ടാവും ഒരു പോളിപെപ്റ്റൈഡ് ചെയിനകത്ത്.
അതിൽ ഒന്നാം ഘട്ടം എന്തായിരിക്കും? ലീനിയർ അറേഞ്ച്മെന്റ് ഓഫ് അമിനോ ആസിഡ്. Then coiling of primary structure gives a helical shape, that is secondary structure. Further coiling of secondary structure gives tertiary. അത് നമ്മൾ ലീനിയർ അറേഞ്ച്മെന്റ് അത് ചുരുളുമ്പോൾ സെക്കൻഡറി മാറും. ഇയാൾ പിന്നെയും ചുരുണ്ട് കഴിഞ്ഞാൽ 3-dimensional shape, that is called tertiary. An association of more than one tertiary structure gives the quaternary structure. നിങ്ങളുടെ സിലബസിനകത്ത് പ്രോട്ടീനെ പറ്റി ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ മാക്രോ ബയോമോളിക്യൂൾസ് ഒക്കെ നമ്മൾ മൈക്രോമോളിക്യൂൾസ് അതിൻ്റെ ബേസിക് യൂണിറ്റ് കറക്റ്റ് സ്ട്രക്ചറൊക്കെ പഠിച്ചതുകൊണ്ട് അതിൻ്റെ അസോസിയേഷൻ പറഞ്ഞ് നമുക്ക് എളുപ്പത്തിൽ പറഞ്ഞു പോകാൻ സാധിക്കും. അപ്പോൾ മാക്രോ ബയോമോളിക്യൂൾസിനകത്ത് protein contains amino acids are connected together by peptide bond. Collagen is the abundant protein in animals. Rubisco is the abundant protein in plants. Rubisco, ribulose, biphosphate, carboxylase, oxygenase. അപ്പം റുബിസ്കോയുടെ എക്സ്പാൻഷൻ കാരണം റൈബുലോസ് ബൈഫോസ്ഫേറ്റ് ടെക്സ്റ്റിനകത്ത് അത് കൊടുത്തിട്ടുണ്ട്. റൈബുലോസ് ബൈഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ്. നമ്മൾ എടുക്കുന്ന ഭാഗത്തിൻ്റെ അതേ ഭാഗം നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലാസ് കഴിഞ്ഞാൽ ടെക്സ്റ്റ് കൂടി റെഫർ ചെയ്യണം. ഈ എടുക്കുന്ന ഭാഗം ടെക്സ്റ്റ് കൂടി ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കുമ്പോഴേ നമ്മുടെ പഠനം പൂർണ്ണമാകുന്നുള്ളൂ. അതിൽ പ്രോട്ടീൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോട്ടീൻ നിങ്ങൾക്കറിയാം. അതിൽ ടെക്സ്റ്റിനകത്ത് മെൻഷൻ ചെയ്യുന്ന പ്രോട്ടീൻ കൊളാജൻ, ട്രിപ്സിൻ, inulin, antibody, glucose transport 4, then receptor. The structure of protein: primary structure, secondary structure, tertiary structure, quaternary structure. Quaternary structure another example, hemoglobin. Next, biomolecules അടുത്ത ഭാഗം nucleic acid, that is DNA and RNA. ഈ ന്യൂക്ലിക് ആസിഡ് കഴിയുന്നതോടുകൂടി ബയോമോളിക്യൂൾസിൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. നമ്മൾ മൈക്രോ ബയോമോളിക്യൂൾസും മാക്രോ ബയോമോളിക്യൂൾസും ഡിസ്കസ് ചെയ്ത് കഴിയും. പിന്നീട് ഇതിനകത്ത് സെക്കൻഡ് പാർട്ട് എൻസൈംസ് ആണ്. ഭൂരിഭാഗം എൻസൈംസും പ്രോട്ടീൻ ആയതുകൊണ്ട് പ്രോട്ടീൻസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ട് എൻസൈംസിനെ ഡീറ്റെയിൽഡ് പഠിക്കണം. അപ്പോൾ നമ്മൾ മൈക്രോ ബയോമോളിക്യൂൾസും മാക്രോ ബയോമോളിക്യൂൾസും ഇന്നത്തോട് കഴിയും. അതിൽ മാക്രോ ബയോമോളിക്യൂൾസിനകത്ത് ന്യൂക്ലിക് ആസിഡ്. Nucleic acids are two types, DNA and RNA. നമുക്കതിനകത്ത് DNAയുടെ സ്ട്രക്ചർ ഒന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. DNA നിങ്ങൾക്കറിയാം ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആയിരിക്കും. DNAക്ക് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആണെന്ന് കണ്ടെത്തിയുള്ള വാട്സണും ക്രിക്കും 1953. ആ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറാണ് ഞാൻ വരയ്ക്കുന്നത്. സ്ട്രക്ചർ കണ്ടാൽ നിങ്ങൾക്ക് അതിനെ വെച്ചുകൊണ്ട് ഇതിൻ്റെ നോട്ട് തയ്യാറാക്കാൻ സാധിക്കണം. DNA അടുത്ത വർഷം നമുക്ക് മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ചാപ്റ്ററിനകത്ത് ഡീറ്റെയിൽഡ് പഠിക്കാനുണ്ട്. അപ്പം ഈ പഠിക്കുന്ന ഭാഗം അടുത്ത വർഷം കൂടി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിനുള്ള സ്ട്രക്ചർ 9th 10th നിങ്ങൾ പഠിച്ചതാണ്. അതിന് ഒന്നുകൂടി ഹയർ ലെവലിലേക്ക് നമ്മൾ പറയുന്നത് മാത്രം. 2 സ്ട്രാൻഡ്, അതിൻ്റെ ഒരു ഡബിൾ ഹെലിക്കൽ ഷേപ്പ് കാണിക്കാൻ നമ്മളിങ്ങനെ വരച്ചത്. 5 പ്രൈം 3 പ്രൈം 5 പ്രൈം 3 പ്രൈം. ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം നമ്മൾ മോളിക്കുലർ ലെവലിലേക്ക് എൻലാർജ് ചെയ്യുകയാണെങ്കിൽ ഡയഗ്രം ഇങ്ങനെ ഉണ്ടാവും. മോളിക്യൂൾസിന് കറക്റ്റ് കാണിക്കുന്ന രീതിയിൽ ഇപ്പം ന്യൂക്ലിയോടൈഡ്സ് ആയിരിക്കും. ഒരുപാട് ന്യൂക്ലിയോടൈഡ്സ്, ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ്സ് കുടിച്ചപ്പോഴാണ് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ഉണ്ടാവുക. റൈബോ ന്യൂക്ലിയോടൈഡ്സ് ആണെങ്കിൽ റൈബോ ന്യൂക്ലിക് ആസിഡ്. ഫിഫ്ത്ത് കാർബണിൽ H2OH. OH എന്ത് ചെയ്യും? ഫോസ്ഫറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യും. ബാക്കിയുള്ള H2നെ നമ്മൾ HH എന്ന് എഴുതും. വേറെ 5th കാർബണിൽ HH. എൻഡിൽ എന്തായിരിക്കും? അതിൻ്റെ കാർബോക്സിൽ ഗ്രൂപ്പ് അവിടെ തന്നെ ഉണ്ടാവും.
ഫോസ്ഫറിക് ആസിഡുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നില്ലാത്തതുകൊണ്ട് നിങ്ങൾ നേരത്തെ പഠിച്ച പെൻഡോസ് ഷുഗറായത്. ഇവിടെ അതേപോലെ തന്നെ ബോണ്ട് ഫോം ചെയ്യാനാണെങ്കിൽ തേർഡ് കാർബണിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കാർബണിൽ OH അവിടെ ഉണ്ടാവും. ആ ന്യൂക്ലിയോടൈഡ്സിൻ്റെ ഭാഗം പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാണ്. ഈ H2OHൻ്റെ OHൻ്റെയും ഇവിടെയൊക്കെ ഫോസ്ഫറിക് ആസിഡ് വരും. ഫോസ്ഫറിക് ആസിഡ് വരുമ്പോൾ എന്ത് ചെയ്യും? അതുമായിട്ട് റിയാക്ട് ചെയ്യും. അത് നമ്മൾ OH പിന്നെ ഇവിടെ ഒന്നും ഇല്ലാത്ത ആ OH കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ബാക്കിയുള്ള H2 നമ്മൾ സ്പ്ലിറ്റ് ചെയ്തത്. ഇതെന്ത് നമ്മൾ എസ്റ്റർ ബോണ്ട് എന്ന് പറയും. ഫോസ്ഫറിക് ആസിഡ് ഇയാളുടെ 5th കാർബണിലെ OHമായിട്ട് എന്ത് ചെയ്യും? എസ്റ്റർ ബോണ്ട് വരെ കണക്ട് ചെയ്യും. അതേ ഫോസ്ഫറിക് ആസിഡ് മറ്റൊരു ന്യൂക്ലിയോടൈഡ്സിൻ്റെ 3rd കാർബണായിട്ട് OHമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ 5ാമത്തെ കാർബണും 3ാമത്തെ കാർബണും 5th കാർബൺ 3rd കാർബൺ 5th കാർബൺ 3rd കാർബൺ. ഈ ഫോസ്ഫറിക് ആസിഡ് എപ്പോഴും ബോണ്ട് ഫോം ചെയ്യുക ബിറ്റ്വീൻ ദ 5th കാർബൺ ആൻഡ് 3rd കാർബൺ. ഇവിടെയും അതേപോലെ തന്നെ CH2OH ഫോസ്ഫറിക് ആസിഡ് കണക്ട് ചെയ്യും. 5th കാർബൺ 3rd കാർബൺ. യെസ്, ഇങ്ങനെയാണ്. ഇതാണൊരു പോളി ന്യൂക്ലിയോടൈഡ് ചെയിൻ. ഇത് വേറൊരു ചെയിൻ. ഇനി എങ്ങനെ രണ്ടും തമ്മിൽ കണക്ട് ചെയ്യുക? ഹൈഡ്രജൻ ബോൺസ് വഴി കണക്ട് ചെയ്യും. ഇവിടെയുള്ള ഇയാളുടെ നൈട്രജൻ ബേസും ഇയാളുടെ നൈട്രജൻ ബേസും തമ്മിൽ കണക്ട് ചെയ്യും. G ആണെങ്കിൽ C ആയിരിക്കും. ഇതിൻ്റെ പേര് നിങ്ങൾക്ക് അറിയണം. എപ്പോഴും അഡിനാണെങ്കിൽ തൈമിനായിരിക്കും, ഗ്വാനിന് സൈറ്റോസിനായിരിക്കും. ഈ അഡിനും തൈമിൻ ബോണ്ട് 2 ഹൈഡ്രജൻ ബോൺസ് ആയിരിക്കും. ഇവിടെ ആണെങ്കിൽ 3 ബോൺസ് ഉണ്ടാകും. ഗ്വാൻ സൈറ്റോസിൻ 3 ബോണ്ട് വഴി കണക്ട് ചെയ്യും. ഈ 2 സ്ട്രക്ചർ നോക്കിയിട്ട് നമുക്ക് DNA കോമൺ ഫീച്ചേഴ്സ് പറയാൻ സാധിക്കണം. ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് DNA, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഒന്ന്, DNA കണ്ടെയ്ൻസ് 2 പോളി ന്യൂക്ലിയോടൈഡ് ചെയിൻ. DNAക്കകത്ത് 2 പോളി ന്യൂക്ലിയോടൈഡ് ചെയിൻ ഉണ്ടാവും വിത്ത് ആൻറ്റി പാരലൽ പൊളാരിറ്റി എന്ന് പറയും. അതിൻ്റെ ധ്രുവങ്ങൾ വിരുദ്ധമായിരിക്കും. അതായത് ഒരു സ്ട്രാൻഡ് 3' to 5' ഡയറക്ഷൻ ആണെങ്കിൽ ഓപ്പോസിറ്റ് സ്ട്രാൻഡ് 5' to 3' ഡയറക്ഷൻ ആയിരിക്കും. ഈ പ്രൈം നമ്മൾ പറയുന്നത് കാർബണിൻ്റെ നമ്പറാണ്. ഈ ഒരു ചെയിനകത്ത് ദ 3rd കാർബൺ, ഇവിടെ 3rd കാർബൺ ഫ്രീ ആണ്. 1 2 3 3rd കാർബൺ ഫ്രീ ഉള്ളുണ്ട്. ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഇവിടെ 3rd കാർബൺ ബോണ്ട് ഫോം ചെയ്തു. ഇയാളുടെ എന്തായിരിക്കും? 1 2 3 4 5 5th കാർബൺ ഫ്രീ ആയിരിക്കും. നേരത്തെ നമ്മൾ അമിനോ ഗ്രൂപ്പും ഫ്രീ ഉള്ള കാർബോക്സിൽ ഗ്രൂപ്പുള്ള എൻ്റെ പറഞ്ഞില്ലേ? ഒരു ഭാഗത്ത് അമിനോ ആണെങ്കിൽ ഓപ്പോസിറ്റ് കാർബോക്സിൽ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ 3rd കാർബൺ ആണ് ഫ്രീ എങ്കിൽ ഇവിടെ 5th കാർബൺ ആയിരിക്കും. കാരണം ബോണ്ട് ബിറ്റ്വീൻ 5th and 3rd ആണ്. അപ്പോൾ ഈ ഒരു എൻഡിലുള്ള ഷുഗറിന് 3rd കാർബൺ ഫ്രീ ആണെങ്കിൽ ആ ചെയിനിൽ ഓപ്പോസിറ്റ് എൻഡിലുള്ള ഷുഗറിന് 5th കാർബൺ ഫ്രീ ആയിരിക്കും. ഇനി അടുത്ത പോളി ന്യൂക്ലിയോടൈഡ് ചെയിനിൻ്റെ ഓപ്പോസിറ്റ്, അതിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇതിന് ഈ 5' ഫേസ് ചെയ്തുകൊണ്ട് ഇയാൾക്ക് എന്തുണ്ടാവുക? 3rd കാർബൺ ആയിരിക്കും ഫ്രീ. ഇയാളുടെ 3' ഫേസ് ചെയ്തുകൊണ്ട് ഇയാൾക്ക് 5'. ഇപ്പോൾ DNA 2 സ്ട്രാൻഡ് എന്തായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. നമ്മൾ DNA വരയ്ക്കാൻ എപ്പോഴും എന്ത് ചെയ്യും? അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ ഓപ്പോസിറ്റ് കാണിക്കുക. ആൻറ്റി പാരലൽ ആയിരിക്കും. ഒരു സ്ട്രാൻഡ് എങ്ങനെയാണോ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അടുത്ത സ്ട്രാൻഡ് ഡയറക്ഷൻ. ഇപ്പോൾ DNAക്കകത്ത് 2 പോളി ന്യൂക്ലിയോടൈഡ് ചെയിൻ ഉണ്ടാവും വിത്ത് ആൻറ്റി പാരലൽ പൊളാരിറ്റി. ദാറ്റ് ഈസ് ഇഫ് 1 സ്ട്രാൻഡ് ഹാസ് ദ പൊളാരിറ്റി 5' to 3'ലേക്കാണ് ഒരു സ്ട്രാൻഡ് എങ്കിൽ ഓപ്പോസിറ്റ് സ്ട്രാൻഡ് ഹാസ് ദ പൊളാരിറ്റി 3' to 5' ആയിരിക്കും. ദാറ്റ് ഈസ് ആൻറ്റി പാരലൽ. ഇത് നിങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. DNA അതിൻ്റെ 2 സ്ട്രാൻഡും ആൻറ്റി പാരലൽ ആയിരിക്കും. ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് അടുത്ത കൊല്ലം ഒരുപാട് പഠിക്കാനുണ്ട്. DNA contains 2 polynucleotide chains with anti-parallel polarity. ഇതൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ അതേപോലെ തന്നെ ഡയഗ്രാം റഫ് പേജിനകത്ത് ന്യൂസ് പ്രിന്റിനകത്ത് വരച്ച് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ബയോകെമിസ്ട്രി ഭാഗങ്ങളാകുമ്പോൾ ഞാൻ പറഞ്ഞു ചെയ്ത് പഠിക്കണം. നമ്മൾ കണ്ടതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾക്കത് എഴുതുമ്പോൾ എന്ത് ചെയ്യാം? അതിന് കൂടുതൽ ക്ലിയർ ആവും. ന്യൂക്ലിയോടൈഡ്സ് പഠിച്ചിട്ട് ന്യൂക്ലിക് ആസിഡിലേക്ക് വരാം. ഇപ്പം ന്യൂക്ലിയോടൈഡ്സിനകത്ത് 3 കമ്പോണൻസ്, പെൻഡോസ് ഷുഗർ, നൈട്രജൻ ബേസ്, ഫോസ്ഫറിക് ആസിഡ്. അതിൻ്റെ ബോണ്ട് അതെങ്ങനെ കണക്ട് ചെയ്യുന്ന അറിയണം, അതെങ്ങനെ ഫോം ചെയ്യുക എന്നുള്ളത്. അത്തരത്തിലുള്ള ന്യൂക്ലിയോടൈഡ്സ് ആയത് ഫോസ്ഫറിക് ആസിഡും പെൻഡോസ് ഷുഗറും നൈട്രജൻ ബേസ്. ഇതൊരു ന്യൂക്ലിയോടൈഡ്, ഇത് മറ്റൊരു ന്യൂക്ലിയോടൈഡ്. ഒരുപാട് ന്യൂക്ലിയോടൈഡ് കൂടിച്ചേർന്നാൽ പോളി ന്യൂക്ലിയോടൈഡ് ചെയിൻ. അങ്ങനെ DNAക്ക് 2 പോളി ന്യൂക്ലിയോടൈഡ് ചെയിൻ ഉണ്ടാവും. RNA ആണെങ്കിൽ ഒരു ചെയിൻ. നമ്മൾ DNA സ്ട്രക്ചർ പഠിക്കുന്നത് DNAക്ക് 2 പോളി ന്യൂക്ലിയോടൈഡ് ചെയിൻ
but with anti-parallel polarity. രണ്ടാമത്തെ പോയിന്റ്, അക്കോർഡിംഗ് ടു വാട്സൺ ആൻഡ് ക്രിക്ക്, വാട്സണും ക്രിക്കും പറയാതെ നമുക്ക് DNA പറയാൻ പറ്റില്ല. കാരണം DNAക്ക് ഇത്തരത്തിലുള്ള ഷേപ്പാണെന്ന് ലോകത്ത് ആദ്യമായിട്ട് കണ്ടെത്തിയ ആൾക്കാരാണ്, നോബൽ പ്രൈസ് വിന്നേഴ്സ് ആണ് വാട്സണും, ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക് ഇൻ 1953. ബയോളജിയുടെ വലിയൊരു കണ്ടുപിടുത്തമാണെന്ത്, സ്ട്രക്ചർ ഓഫ് DNA. അതിൽ അക്കോർഡിംഗ് ടു വാട്സൺ ആൻഡ് ക്രിക്ക് DNA ഹാസ് എ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ. ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ എവിടെയാണോ, ദ ബാക്ക് ബോൺ കണ്ടെയ്ൻസ്. ഇപ്പം ഒരു DNA ഒരു ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ എന്ന് പറയുമ്പം DNA ഒരു ലാഡർ ഷേപ്പാണ്, ഏണിയുടെ ആകൃതിയാണുള്ളത്. DNA ഒരു വളഞ്ഞു തിരിഞ്ഞ ഏണി പോലെ ഉണ്ടാവും. ലാഡർ, ഒരു ലാഡറിന് 2 ബാക്ക് ബോണും കുറേ സ്റ്റെപ്സും ഉണ്ടാവുക. ഒരു ലാഡറിന് അത് താങ്ങി നിർത്തണമെങ്കിൽ 2 ബാക്ക് ബോൺ വേണം, 2 തണ്ട് വേണം. അപ്പം DNA ഒരു ഏണി പോലെയാണെങ്കിൽ DNAയുടെ ബാക്ക് ബോണിനകത്ത് അരവരെ, ദിസ് ഈസ് ദ ബാക്ക് ബോൺ. അപ്പോൾ ഇതാണ് ബാക്ക് ബോൺ. ബാക്ക് ബോൺ കണ്ടെയ്ൻസ് ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ്. Steps are formed by nitrogen bases. According to Watson and Crick, DNA has a double helical structure. Backbone contains sugar phosphate. Sugar phosphate, sugar phosphate. Backbone contains sugar and phosphate. Steps are formed by nitrogen bases. Third point, in a DNA molecule, ഏതൊരു DNA എടുത്തു കഴിഞ്ഞാലും നോക്കി, adenine pairs with thymine. That is, purine pairs with pyrimidine. DNA എപ്പോഴും ബോണ്ട് പ്യൂറിൻ ബോണ്ട് വരില്ല. പ്യൂറിൻ എന്നൊക്കെ അറിയാം, അഡിനിൻ, ഗ്വാനിൻ, പ്യൂറിൻ. DNA ആകുമ്പോൾ സൈറ്റോസിൻ, തൈമിൻ, പിരമിഡിൻ. DNAയിൽ ഒരിക്കലും AG പെയർ ഉണ്ടാവില്ല. അഡിനും ഗ്വാനും വരാവുന്ന പ്യൂറിൻസ് ആണ്. പ്യൂറിൻ പെയർസ് വിത്ത് പിരമിഡിൻ. ഓക്കെ, അതിൽ തന്നെ അഡിനിൻ എന്നുള്ള പ്യൂറിനാണോ, ഇറ്റ് ഓൺലി പെയർസ് വിത്ത് തൈമിൻ, പിരമിഡിൻ. DNAക്കകത്ത് എപ്പോഴും ബോണ്ട് ഫോം ചെയ്യുക ബിറ്റ്വീൻ അഡിനിൻ, തൈമിൻ. അപ്പം നിങ്ങൾ എവിടെ അഡിൻ ഉണ്ടോ ഓപ്പോസിറ്റ് ആയിരിക്കണം, തൈമിൻ ആയിരിക്കണം. തൈമിൻ ഉണ്ടോ അഡിൻ ആയിരിക്കണം. ഇനി DNA മോളിക്യൂൾ അഡിനിൻ പേസ് വിത്ത് തൈമിൻ, ആ ബോണ്ട് എത്ര ആയിരിക്കും, 2 ഹൈഡ്രജൻ ബോണ്ട്. അഡിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ചിരുന്ന അഡിനിൻ്റെ സ്ട്രക്ചർ. തൈമിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അഡിനും തൈമിനും തമ്മിൽ ബോണ്ട് 2 ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാനുള്ള സ്ഥലമാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മളിവിടെ ലെറ്റർ എഴുതി അതിൻ്റെ ഭാഗത്ത് നമ്മൾ മോളിക്യൂൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ബോണ്ട് കറക്റ്റ് കാണിക്കാൻ പറ്റും. സൈഡിലൊക്കെ പോയി നിങ്ങൾ ആ കറക്റ്റ് മോളിക്കുലർ സ്ട്രക്ചറുള്ള DNA നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡിൻ്റെയും തൈമിൻ്റെയും മോളിക്യൂൾസ് അവിടെ കാണാം, അതിൻ്റെ ഹൈഡ്രജൻ ബോൺസ് അവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. ഇതിൽ നമുക്കിപ്പം ഇങ്ങനെ എഴുതിയാൽ മതി, അഡിനും തൈമിനും ബോണ്ട് ഫോം ചെയ്യുക 2 ഹൈഡ്രജൻ ബോണ്ടാണ്. ഇനി ഗ്വാൻ പേസ് വിത്ത് സൈറ്റോസിൻ ബൈ 3 ഹൈഡ്രജൻ ബോണ്ട്സ്. സൈറ്റോസിൻ ആണോ ഗ്വാനുമായിട്ടായിരിക്കും ബോണ്ട് ഉണ്ടാവുക. അപ്പോൾ എവിടെ നിങ്ങൾ വരയ്ക്കുന്നു, ഗ്വാൻ വരുന്നു സൈറ്റോസിൻ ആയിരിക്കണം, സൈറ്റോസിൻ വരുന്നു ഗ്വാൻ ആയിരിക്കണം, അഡിന് വരുന്നു തൈമിൻ ആയിരിക്കണം, തൈമിൻ വരുന്നു അഡിൻ ആയിരിക്കണം. ഇനി DNA മോളിക്യൂൾ അഡിനിൻ പേസ് വിത്ത് തൈമിൻ ബൈ 2 ഹൈഡ്രജൻ ബോൺസ്, ഗ്വാനിൻ പേസ് വിത്ത് സൈറ്റോസിൻ ബൈ 3 ഹൈഡ്രജൻ ബോൺസ്. DNAക്ക് എപ്പോഴും പെയർ അഡിനിൻ, തൈമിൻ തമ്മിലും ഗ്വാനിൻ, സൈറ്റോസിൻ തമ്മിലും. ഇത് നമ്മൾ DNAയുമായി ബന്ധപ്പെട്ട മെഷർമെൻ്റ് ആണ്. ഏതൊരു DNAക്കകത്തും രണ്ട് സ്ട്രാൻഡ് ഇടയ്ക്കുള്ള ഈ width of the DNA, the distance between 2 strands, അതെപ്പോഴും 20 ആംസ്ട്രോങ് ആയിരിക്കും. width of the DNA 20 ആംസ്ട്രോങ്. ആംസ്ട്രോങ് യൂണിറ്റ് പറയാം നമ്മൾ. 2 ന്യൂക്ലിയോടൈഡ്സിനിടയ്ക്കുള്ള ഗ്യാപ്പ്, ഈ ഗ്യാപ്പില്ലേ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ന്യൂക്ലിയോടൈഡ്സ്, അത് 3.4 ആംസ്ട്രോങ് ആയിരിക്കും. 3.4 ആംസ്ട്രോങ്. ഓക്കെ, ഇനി DNAയുടെ ഓരോ ടേണിനെടുക്കുന്ന ഡിസ്റ്റൻസ്, ഈ പിങ്ക് സ്ട്രാൻഡ് ഇപ്പം ഇതിൻ്റെ ഫേസ് അങ്ങോട്ടാണ്, ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യും, ഇയാളുടെ ഫേസ് ഇങ്ങോട്ട് വരും. ഉണ്ടല്ലേ, വൈറ്റ്, ഇയാളുടെ ഫേസ് ഇങ്ങോട്ട്, പിന്നെ അങ്ങോട്ടേക്ക്. അപ്പോൾ ഇയാൾ ഒരു ടേൺ കംപ്ലീറ്റ്, ഒരു സ്പ്രിങ്ങിൻ്റെ ഒരു സ്പ്രിംഗ് എന്ന് പറയുമ്പോൾ ഒരേ ടേണിൻ്റെ റിപ്പീറ്റേഷനാണ്. അങ്ങനെ ഒരു ടേൺ കംപ്ലീറ്റ് ആക്കാൻ ഇയാൾ എടുക്കുന്ന ഡിസ്റ്റൻസ് ഓരോ 34 ആംസ്ട്രോങ് ഇതായിരിക്കും ഒരു ടേൺ കംപ്ലീറ്റ് ആവും. DNA makes 1 full turn in every 34 ആംസ്ട്രോങ്. ഈ 3 വാല്യൂ നിങ്ങൾക്ക് അറിയണം. width of the DNA 20 ആംസ്ട്രോങ്, distance between 2 nucleotides 3.4 ആംസ്ട്രോങ്, the DNA makes 1 full turn in every 34 ആംസ്ട്രോങ്. ഓക്കെ, അപ്പോൾ ഈ 2 സ്ട്രക്ചർ, ഇത് അതിൻ്റെ എൻ്റയർ സ്ട്രക്ചർ കാണിക്കുന്നു. ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം എൻലാർജ് ചെയ്തൽ, എ പോർഷൻ എൻലാർജ്ഡ്. അതിന് മോളിക്യൂൾസ് കാണിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ വരച്ചു. ഇത് കൃത്യമായിട്ട് വരയ്ക്കുമ്പോഴാണ് നിങ്ങൾക്ക് DNAയുടെ സ്ട്രക്ചർ ശരിക്കും പഠിക്കാൻ പറ്റുക.
അങ്ങനെ ആ രണ്ട് ഡയഗ്രാം വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ 4 പോയിന്റ്സ് നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നണം. ഒന്നെന്താണ്? DNA contains 2 polynucleotide chains with anti-parallel polarity. According to Watson Crick, DNA has a double helical structure. Backbone contains sugar phosphate. Steps are formed by nitrogen bases. In a DNA molecule, adenine pairs with thymine by 2 hydrogen bonds. Guanine pairs with cytosine by 3 hydrogen bonds. Width of the DNA 20 angstrom. Distance between 2 nucleotides. This is the width of the DNA. This is the distance between 2 nucleotides. 3.4 angstrom. DNA makes 1 full turn every 34 angstrom. Okay? അങ്ങനെയാണെങ്കിൽ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാ, 2 സ്റ്റെപ്പിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് 3.4 ആംസ്ട്രോം, ഒരു ടേൺ കംപ്ലീറ്റ് ആക്കാൻ എടുക്കുന്ന ഡിസ്റ്റൻസ് 34 ആംസ്ട്രോം. അങ്ങനെയാണെങ്കിൽ ഒരു ടേണിനകത്ത് എത്ര സ്റ്റെപ്പ് ഉണ്ടാവും? 3.4 ഇൻറ്റു 10 34. അതായത് ഓരോ ടേണിനകത്തും 10 ബേസ് പേസ് ഉണ്ടാവും. 2 നൈട്രജൻ ബേസ് പേരാകുമ്പോഴാണ് ഒരു സ്റ്റെപ്പ് ഫോം ചെയ്യുക. അപ്പോൾ ഞാൻ ഈ വരച്ച് തന്നെ നോക്കണമെന്നില്ല, ഓരോ ഫുൾ ടേണിനകത്തും എത്ര ഉണ്ടാവും? 10 ബേസ് പേസ് ഉണ്ടാവും. 10 ബേസ് പേസ്. അപ്പോൾ വാട്സണും ക്രിക്കും പറഞ്ഞ മെഷർമെന്റ് പ്രകാരം 2 സ്റ്റെപ്പിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് 3.4 ആംസ്ട്രോം, ഒരു ഫുൾ ടേൺ എടുക്കുന്ന ഡിസ്റ്റൻസ് 34 ആംസ്ട്രോം. നൗ 1 full turn contains 10 base pairs. This structure of DNA, ഈ 10 ബേസ് പേസ്, ഇനി എല്ലാ സമയത്തും 10 ബേസ് പേസ് അല്ല, DNA കോയിലിങ്ങിന് വിധേയമാകും. അങ്ങനെ ക്രോമസോമായി മാറുക. പ്രോഫേസിൽ ഇയാൾ 100 പോലെ ഉണ്ടാകും, ക്രൊമാറ്റിൻ ത്രെഡ്. മെറ്റാഫേസിൽ ഇയാൾ ചുരുണ്ടൊരു ക്രോമസോമായി മാറും. അങ്ങനെ ഈ DNA ചുരുളുമ്പോൾ ഇതിൻ്റെ ഈ സ്റ്റെപ്സിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് കുറയും. അപ്പോൾ ഒരു ടേണിനകത്ത് വരുന്ന സ്റ്റെപ്സിൻ്റെ എണ്ണം കൂടും. വാട്സണും ക്രിക്കും പറഞ്ഞത് ഇന്റർഫേസ് DNA, മിനിമം കോയിലിംഗ് ഉള്ള DNA. ആ സമയത്ത് 10 ബേസ് പേസ് വരുന്നത്. ആ സ്ട്രക്ചറിനെ വിളിക്കാൻ നമ്മൾ ബി സ്ട്രക്ചർ ഓഫ് DNA എന്ന് പറയും. DNA 3 സ്ട്രക്ചർ ഉണ്ട്: ADNA, BDNA, ZDNA. അതിൽ ഒരു ടേണിനകത്ത് മിനിമം സ്റ്റെപ്പ് വരുന്നത് എവിടെയാണ്? BDNAക്കകത്ത്. BDNAക്കകത്ത് 10 ബേസ് പേസ്, ADNA ആകുമ്പോൾ 11 ബേസ് പേസ് വരും, ZDNA ആണെങ്കിൽ 12 ബേസ് പേസ് പെർ ടേൺ വരും. കാരണം കോലിംഗ് നടക്കുമ്പോഴത്തേയും ഡിസ്റ്റൻസ് സ്റ്റെപ്സിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് കുറയും, അപ്പോൾ ഒരു ടേണിനകത്തുള്ള സ്റ്റെപ്സിൻ്റെ എണ്ണം കൂടും. അപ്പോൾ മിനിമം സ്റ്റെപ്സ് എത്രയാണ്? 10 ബേസ് പേസ്. ഓക്കെ, നൈട്രജൻ ബേസ് 2 നൈട്രജൻ ബേസ് വരുമ്പോൾ നമ്മൾ നൈട്രജൻ ബേസ് പെയർ, സിംപിളി ബേസ് പെയർ എന്ന് പറയും. അങ്ങനെ ഒരു ടേണിനകത്ത് 10 ബേസ് പേസ് വരുന്ന DNA-ക്ക് ഒരു പേരുണ്ട്, ബി സ്ട്രക്ചർ എന്ന് പറയുക. പരീക്ഷ കൊണ്ട് ചോദിച്ചേക്കും വാട്സണും ക്രിക്കും എക്സ്പ്ലെയിൻ ചെയ്തത് ഏത് DNA ആണ്? BDNA. അപ്പോൾ 2 തരം DNA വേറെ ബാക്കിയുണ്ട്, ADNAയും ZDNAയും. DNA ഒന്നേ ഉള്ളൂ, അതിൽ കോയിലിങ്ങിന്റെ ഭാഗമായിട്ട് അതിൻ്റെ സ്ട്രക്ചറിൽ വ്യത്യാസം വരുമ്പോഴത്തേയും പേര് മാറും. A സ്ട്രക്ചർ, B സ്ട്രക്ചർ, Z സ്ട്രക്ചർ. വാട്സൺ ക്രിക്ക് പറഞ്ഞിരിക്കുന്ന DNA 10 ബേസ് പേസ് പെർ ടേൺ. ദാറ്റ് DNA is called BDNA. ഓക്കെ, ഇനി 20 ആംസ്ട്രോം, 3.4 ആംസ്ട്രോം, 34 ആംസ്ട്രോം. നമ്മൾ ആംസ്ട്രോങ്ങിൽ പഠിക്കും, നീറ്റ് എക്സാമിനൊക്കെ ചോയ്സിൽ വരുമ്പം ആംസ്ട്രോങ്ങിന് പകരം നാനോമീറ്റർ കൊടുക്കുക. 2 വാല്യൂ നമുക്ക് DNA ഈ മെഷർമെന്റ് പറയാം, ആംസ്ട്രോങ്ങിലും നാനോമീറ്ററിലും. അപ്പോൾ നിങ്ങൾ ഒന്നേ പഠിക്കുമോ, അതിൻ്റെ കൺവേർഷൻ മാത്രം അറിഞ്ഞാൽ മതി. ഏത് ആംസ്ട്രോങ് വാല്യൂനെയും ബൈ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നാനോമീറ്റർ വാല്യൂ കിട്ടും. നാനോമീറ്റർ ഇൻറ്റു 10 ആംസ്ട്രോങ് ബൈ 10 നാനോമീറ്റർ. ഈ കൺവേർഷൻ മാത്രം അറിഞ്ഞാൽ മതി. ഇപ്പോൾ 20 ആംസ്ട്രോങ് ആണെങ്കിൽ എത്ര നാനോമീറ്റർ? 20 by 10, that is 2 nanometer. 3.4 ആംസ്ട്രോങ് is equal to 0.34 nanometer. 34 ആംസ്ട്രോങ് is equal to 3.4 nanometer. 3.4 രണ്ട് സ്ഥലത്ത് വരും. ആംസ്ട്രോങ് വാല്യൂല് 3.4 എന്ന് പറയുമ്പോൾ ഈ സ്റ്റെപ്സിനിടയ്ക്കുള്ള ഗ്യാപ്പാണ്. നാനോമീറ്റർ വാല്യൂല് 3.4 എന്ന് പറയുന്നത് എന്താണ്? ഈ ഫുൾ ടേൺ ഓഫ് DNA ആണ്. അപ്പോൾ നിങ്ങൾ ആംസ്ട്രോങ് വാല്യൂ പഠിക്കുക, അതിന് 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? നാനോമീറ്റർ വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് ബയോമോളിക്യൂൾസിനകത്ത് മാക്രോ മോളിക്യൂൾസും മൈക്രോ മോളിക്യൂൾസും. അടുത്ത ക്ലാസ്സിൽ എൻസൈംസിനെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇതിനകത്ത് ഈ DNA-യുമായി ബന്ധപ്പെട്ട 2 കാൽക്കുലേഷൻ. ഒരു ചോദ്യം ഇതാണ്: ഒരു DNA-ക്കകത്ത് എ സെഗ്മെന്റ് ഓഫ് DNA കണ്ടെയ്ൻസ് അഡിനിൻ ന്യൂക്ലിയോടൈഡ്സ് 120. അഡിനിൻ കൊണ്ടുള്ള ന്യൂക്ലിയോടൈഡ്സ് 120, ഗ്വാനിൻ ന്യൂക്ലിയോടൈഡ്സ് 160. A segment of DNA contains adenine nucleotides 120,
guan nucleotides 160. Find out the total nucleotides in the DNA. ആ ഡി എൻ എ സെഗ്മെന്റിനകത്ത് ആ ഡി എൻ എ കഷ്ണത്തിനകത്ത് ടോട്ടൽ എത്ര ന്യൂക്ലിയോടൈഡ്സ് ഉണ്ടാകും? അഡ്രിൻ കൊണ്ടുള്ള ന്യൂക്ലിയോടൈഡ്സ് 120, ഗ്വാൻ കൊണ്ട് 160 ആണെങ്കിൽ ടോട്ടൽ എത്ര? അഡ്രിൻ 120 ഉണ്ടോ ഓട്ടോമാറ്റിക് നമുക്ക് പറയാൻ പറ്റണം തൈമിൻ ന്യൂക്ലിയോടൈഡ്സ് 120 ആയിരിക്കും. കാരണം അഡ്രിൻ പേസ് വിത്ത് തൈമിൻ. അപ്പോൾ അഡ്രിൻ ഒറ്റയ്ക്ക് ഉണ്ടാവില്ല. അഡ്രിൻ എവിടെയുണ്ടോ അതിൻ്റെ ഓപ്പോസിറ്റ് ആരുണ്ടാവും? തൈമിൻ ഉണ്ടാവും. അപ്പോൾ അഡ്രിൻ എത്രയാണോ അതേ നമ്പർ ആരുണ്ടാവും? തൈമിൻ ഉണ്ടാവും. ഓക്കെ, പെയർ ബിറ്റ്വീൻ അഡ്രിൻ തൈമിൻ. ഗ്വാനിന് എത്രയുണ്ടോ നിങ്ങൾക്ക് അവിടെ നിന്ന് സൈറ്റോസിന് കിട്ടും. സൈറ്റോസിന് എത്രയാണ്? 160. അപ്പോൾ ഒരു ഡി എൻ എക്കകത്തുള്ള ന്യൂക്ലിയോടൈഡ്സ് പറയുമ്പോൾ എന്തായിരിക്കും? എ പ്ലസ് ടി പ്ലസ് ജി പ്ലസ് സി ആയിരിക്കും. ദാറ്റ് ഈസ് 120 പ്ലസ് 120 പ്ലസ് 160 പ്ലസ് 160. അത് ആഡ് ചെയ്തതിനേക്കാൾ എന്താണെന്ന് നിങ്ങൾക്ക് അതിൻ്റെ ആ കണ്ടീഷൻ അറിയണം. പെയർ ബിറ്റ്വീൻ അഡിൻ തൈമിൻ. അപ്പോൾ പെയറിനകത്ത് ഒരാൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ജോഡിക്ക് എന്ത് ചെയ്യണം? നമ്മൾ അതേ നമ്പർ കൊടുക്കണം. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ. ഒരു ഡി എൻ എക്കകത്ത് 20% അഡിൻ ആണെങ്കിൽ എ ഡി എൻ എ കണ്ടെയ്ൻസ് adenine nucleotides 20%. Find out the percentage of thiamine, guanine, cytosine. കണ്ടുപിടിക്കാൻ പറ്റുമോ? പെർസെൻറ്റേജ് ആണോ നമുക്ക് ഒരാളെ കിട്ടിയാൽ മതി. നമ്പർ ആണെങ്കിൽ പെയറിനകത്തുള്ള ഒരാളെങ്കിലും നമ്പർ കിട്ടണം, അതിൽ നമുക്ക് ബാക്കി ചെയ്യാൻ സാധിക്കും. അതേസമയത്ത് പെർസെൻറ്റേജ് ആണോ നമുക്ക് ഒരൊറ്റ കിട്ടിയാൽ മതി. അഡിനിൻ 20% ആണെങ്കിൽ തൈമിൻ എത്ര ആയിരിക്കും? തൈമിൻ ഇസ് ആൾസോ 20%. ഓക്കെ, ഇനി ബാക്കി ജി പ്ലസ് സി, ഗ്വാനിനും സൈറ്റോസിനും കൂടി എത്ര വരിക? 100 മൈനസ് ഈ 20 പോവും 40. പെർസെൻറ്റേജ് 100 മൈനസ് 40 അപ്പോൾ എത്രയാണ്? 60. ഗ്വാനിൻ്റെ നമ്പറും സൈറ്റോസിൻ നമ്പറും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഗ്വാൻ പേസ് സൈറ്റോസിൻ, ഗ്വാൻ സൈറ്റോസിൻ ഈക്വൽ ആയിരിക്കും. അപ്പോൾ 60 എന്ന് പറയുന്നതായിരിക്കും. ആ 60 നമ്മൾ ഈക്വൽ ഡിവൈഡ് ചെയ്യണം. അപ്പം 30%. ഓക്കെ, ആ ചെയ്ത സ്റ്റെപ്പ് നിങ്ങൾക്ക് അറിയുണ്ടാവും. അപ്പോൾ അഡിനിൻ്റെ വാല്യൂ എത്ര പെർസെൻറ്റേജ് കിട്ടുന്നു? സെയിം പെർസെൻറ്റേജ് ആയിരിക്കും തൈമിൻ. അത് രണ്ടും ആഡ് ചെയ്തിട്ട് 100 മൈനസ് ചെയ്യുമ്പം ജി പ്ലസ് സിയുടെ പെർസെൻറ്റേജ് കിട്ടും. അത് നമ്മൾ എന്ത് ചെയ്യും? ഈക്വലായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഗ്വാനിൻ്റെയും സൈറ്റോസിൻ്റെയും പെർസെൻറ്റേജ്. അപ്പോൾ ഏതെങ്കിലും ഒരാളുടെ പെർസെൻറ്റേജ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി 3 പേരുടെയും പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഇതുപോലെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ ഭാഗങ്ങൾ ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കാം. പോളിസാക്കറൈഡ്, different types of polysaccharides and their monomer, protein types, different types and their function, collagen, rubisco, the storage form of glucose in plants, storage form of glucose in animals. നമ്മൾ പോളിസാക്കറൈഡ്സിന്റെ ഭാഗത്ത് അറിഞ്ഞിരിക്കേണ്ടത്. The structure of protein, primary structure, secondary structure, tertiary, quaternary. ന്യൂക്ലിക് ആസിഡ്സ്, അതിൽ ഡി എൻ എ, ആർ എൻ എ. അതിൽ ഡി എൻ എയുടെ ഡീറ്റെയിൽഡ് സ്ട്രക്ചർ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി വേണം നമുക്ക് ലാസ്റ്റ് ഒന്നുകൂടി നോക്കാം. ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഡി എൻ എ ആൻഡ് ആർ എൻ എ. വാട്ട് ആർ ദ മേജർ ഡിഫറൻസസ് ബിറ്റ്വീൻ ഡി എൻ എ ആൻഡ് ആർ എൻ എ? ഇപ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഡി എൻ എയും നിങ്ങൾക്ക് മുന്നേ പരിചയമുള്ള ആർ എൻ എയും തമ്മിൽ ഏതൊക്കെ ഡിഫറൻസ് പറയാൻ പറ്റും? ഡി എൻ എ ഡബിൾ സ്ട്രാൻഡഡ്, ആർ എൻ എ സിംഗിൾ സ്ട്രാൻഡഡ്. ആർ എൻ എക്ക് ഒറ്റ സ്ട്രാൻഡേ ഉണ്ടാവും, ഒരു സ്ട്രാൻഡ് മാത്രമേ ഉണ്ടാവും. രണ്ടാമത്, ഡി എൻ എ കണ്ടെയ്ൻസ് അഡെനിൻ, ഗ്വാനിൻ, cytosine, thiamine, but in RNA adenine, guanine, cytosine and uracil. മറ്റൊരു ഡിഫറൻസ് ഡി എൻ എക്കകത്താണെങ്കിൽ ഷുഗർ ഡിയോക്സി റൈബോസ് ഷുഗർ, ആർ എൻ എക്കകത്ത് ഷുഗർ റൈബോസ് ഷുഗർ. ദീസ് ആർ ദ മേജർ ഡിഫറൻസസ് ബിറ്റ്വീൻ ഡി എൻ എ ആൻഡ് ആർ എൻ എ. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ക്ലാസ്സിൽ എഴുതുന്ന എല്ലാവർക്കും നന്ദി.